ഇരിക്കുന്ന വിഷയം ശ്രീ ഗണേശ അവതാരമാണ്. അപ്പോൾ അൻപാർന്നങ്കത്തിലേറ്റി പരിചൊടുമുലയൂട്ടും മാതാവിനെ തൻ കൊമ്പിന്തുമ്പാൾ ചൊറിഞ്ഞും തിരുമുടിയിൽ വിളങ്ങുന്ന മുക്തെന്തുകണ്ഠം തുമ്പിക്കയ്യാൽ മന്ദം തടവിയും അഗജാശങ്കരർക്കുള്ളിലൊപ്പം സംഭുല്ലാനന്ദമേകും ശിശു ഗജവദനൻ നീക്കണം വിഘ്നമെല്ലാം. അങ്ങനെ ഗണേശസ്വരൂപനായ ഭഗവാൻ നമ്മൾ കേട്ടു. അമൃതമയമായ സുബ്രഹ്മണ്യ അവതാരം അല്ലേ? താരകാസുര വധത്തിനു വേണ്ടി ശിവപാർവതി പുത്രനായിട്ട് സുബ്രഹ്മണ്യസ്വാമി, ഹരിപ്പാട്ട് സുബ്രഹ്മണ്യസ്വാമി 2015 ഡിസംബർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള പടിഞ്ഞാറേ നടയിലുള്ള സമൂഹമഠത്തിൽ, തമിഴ് ബ്രാഹ്മിൻസിൻ്റെ സമൂഹമഠത്തിൽ 2 മാസം കൊണ്ട് പെട്ടെന്ന് വിളിച്ച ഒരു സപ്താഹം. ആ സപ്താഹവുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പൂതിരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ തളിക്ക ശിവക്ഷേത്രത്തിൽ വരണം, ഇവിടെ ഒരു സത്സംഗം ചെയ്യണം എന്ന്. ഒരു പക്ഷേ ആ ഹസ്ബൻഡ് നമ്പൂതിരിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഇപ്പം ആ സാറ് ഇപ്പം ഇവിടെ സംസാരിച്ച രാധാകൃഷ്ണൻ സാറും ഒക്കെ പറഞ്ഞു തിരുമേനിയെ നന്നായിട്ടറിയാം എന്ന്. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ പല പല ആചാര്യന്മാരുടെ, ഇന്ന ആചാര്യന്മാരുടെ എന്നല്ല, ഇന്നാരുടെ കേൾക്കൂന്നല്ല, പല ആചാര്യന്മാരുടേത് കേൾക്കാൻ ഒരു അവസരം. ശ്രവണഭാഗ്യം. ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധനാഹ വൈകുണ്ഠസ്ഥോ യഥകൃഷ്ണ ശ്രവണാൽ യസ്യ ലഭ്യത. ഒരു പിഞ്ചുകുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇന്ദ്രിയങ്ങളിലെ ശബ്ദത്തിലൂടെയാണ് ആദ്യം എൻ്റെ അമ്മയാണോ അച്ഛനാണോ എന്നൊക്കെ തിരിച്ചറിയുന്ന തുടങ്ങുന്നത് 3 മാസം മുമ്പാണ്. പക്ഷേ ശബ്ദത്തിലൂടെ ഇത് എൻ്റെ മാതാവാണ്, എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശനാണ്, മുത്തശ്ശിയാണെന്നൊക്കെ തിരിച്ചറിയും. അപ്പോൾ ആദ്യം ശ്രവണമാണ്. ഇനി നവതാഭക്തിയെ പ്രഹ്ലാദകുമാരനും ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 11 വർഷക്കാലം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, വില്ലുമംഗലം, ആറ്റുകാലമ്മയൊക്കെ ഇങ്ങനെ ആ ഭാഗത്തെല്ലാം ഒന്ന് സപ്താഹം കേൾക്കാനുള്ളൊരവസരം ശ്രവണത്തിലൂടെ ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ടിട്ടതാണ്. അല്ലാതെ പ്രത്യേകം ഞാൻ പറയാം, ഞാൻ ഭാഗവതമോ ഒരു ഇതും പഠിച്ചിട്ടില്ല. പക്ഷേ അതുപോലെ ഇല്ലത്ത് വന്ന ആചാര്യന്മാരിലൂടെ, ആചാര്യന്മാർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടും അവരുടെ കഥാശ്രവണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചതും. ഒരു ഗണപതിയുടെ അപാര വാത്സല്യം. സമയമുണ്ട്, ആ സംഭവം ലാസ്റ്റിൽ പറയാം. ഏതായാലും അമൃതമയമായ സുബ്രഹ്മണ്യൻ്റെ ജനനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനോട്, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് പുത്രനും കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ക്ലിയർ ആണല്ലോ. പുത്രനും ശിഷ്യനുമായ നാരദ മഹർഷി ചോദിച്ചു, അല്ല സുബ്രഹ്മണ്യൻ്റെ ജനനമൊക്കെ കേട്ടു, ഇനിയും ആ ഗണേശ അവതാരം ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന്. അപ്പോൾ ഈ ഗണേശ അവതാരം കേൾക്കുമ്പോൾ ഇതിനു മുമ്പ് ധാരാളം ശിവപുരാണ സത്സംഗങ്ങൾ, അല്ലെ ശിവപുരാണ സത്രമോ ശിവപുരാണ തത്വസമീക്ഷയോ ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഇതുവരെ കേട്ട ഗണേശതൊക്കെ അങ്ങ് മാറ്റിവെക്കാം. നമ്മൾ ഏതെങ്കിലും ഉള്ളിൽ ഇട്ടുകൊണ്ട് കേൾക്കുമ്പോൾ ഇപ്പം പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം പറയുന്നതിനെ പൂർണ്ണമായിട്ട് ഗ്രഹിച്ച ശേഷം പിന്നെ നമുക്ക് നേരത്തെ ഉള്ളതായ വറക്കാം. ഇപ്പം ശ്രദ്ധയോടെ കേൾക്കുക. ഇന്ന് കേൾക്കാൻ പറ്റാത്തതാണ് എല്ലാവരുടെയും അല്ലേ? കേൾക്കാൻ ആളില്ലാത്തതാണ് പ്രശ്നം. കേട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലായിടത്തും അല്ലേ? അപ്പോൾ ഇത്, അതായത് ഓരോ കൽപ്പം, നമുക്ക് ബ്രഹ്മകൽപ്പം, ആത്മകൽപ്പം, ശ്വേതകൽപ്പം, വരാഹകൽപ്പം, ഇങ്ങനെ കൽപ്പങ്ങൾ മാറി മാറി വരുമ്പോൾ ഇതിനനുസരിച്ച്, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ആയസ്സിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൽപ്പങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ സ്വല്പമൊക്കെ കഥകളിലെ വ്യത്യാസങ്ങൾ കാണാം. വേദവ്യാസം തന്നെ 28 വേദവ്യാസനുണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ പണ്ടൊന്നും ഇതുപോലെ ഒരു ഗ്രന്ഥങ്ങളായിരുന്നില്ല. താളിയോല ഗ്രന്ഥങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മുടെയൊക്കെ ഇല്ലങ്ങളിൽ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ കൊച്ചിലേ തൊട്ട് നമ്മൾ കണ്ടെന്നാണ് താളിയോല ഗ്രന്ഥങ്ങൾ. എന്നാൽ താളിയോല ഗ്രന്ഥത്തിന് മുമ്പും
ഈ ഊർച്ഛപത്രം എന്ന് പറയും. ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അതായത് ന്യൂസ് പേപ്പറൊക്കെ ഏകദേശം ഒരു 5 വർഷം പഴക്കമാണ്. അതുവരെയൊന്നും ആരും വയ്ക്കില്ല, എങ്കിലും ഒരു 5 വർഷമൊക്കെ പഴക്കമാവുമ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ടിട്ടില്ലേ? അതുപോലെ ഹിമാലയ സാനുക്കളിൽ കിട്ടുന്ന ഒരു ഇലയാണ് പൂർച്ഛപത്രം. ആ പൂർച്ഛപത്രത്തിലാണ് ഋഷീശ്വരന്മാർ അവരുടെ ഉള്ളിലുണ്ടാകുന്നത് ആശയങ്ങളെയൊക്കെ എഴുതി വയ്ക്കുക. അപ്പം കാലപ്പഴക്കം കൊണ്ടും, ഇന്നത്തെ പോലെ യാത്ര ബദരിയുന്ന ഒരാൾ ഫ്ലൈറ്റിൽ പോയി വന്ന് പ്രസാദം കൊണ്ട് തന്നു ഇന്ന്. പക്ഷേ അന്ന് ഇത്രയും വാഹന സൗകര്യം ഇല്ലാത്തപ്പോൾ ട്രെയിനിലും ബസ്സിലും പലതരത്തിലൊക്കെയാണ് ഹിമാലയത്തിൽ പോകാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവിടെ നിന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ പേജുകൾ പോകാം, ചിലത് പഴക്കം കൊണ്ട് പൊടിഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ അത് ആരുടെ കയ്യിലാണോ കിട്ടുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിലാണ് കിട്ടിയെന്ന് ഒരു ഉപമ പറയുക. അപ്പം ഞാൻ വിചാരിക്കും ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തയാണ്, അതുകൊണ്ട് മഹാദേവനെക്കുറിച്ച് അല്പം കൂട്ടി പറഞ്ഞാൽ അതങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് കൃഷ്ണനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാലോ എന്ന് എനിക്കൊരു സ്വാർത്ഥത എന്നൊക്കെ വേണേൽ പറയാം. ഭഗവാന്റെ കാര്യത്തിൽ അല്പം സ്വാർത്ഥ തന്നെയാണ് ഞാൻ. എല്ലാവരുടെയുമാണ് ഗുരുവായൂരപ്പനെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കൂടുതലാണ്. ഏതായാലും അങ്ങനെ പകർത്തി എഴുത്തൽ കൊണ്ടും കാലപ്പഴക്കങ്ങൾ കൊണ്ടും അത് പിന്നെ അത് കൈകാര്യം ചെയ്യുന്നവർ അവരുടേതായ ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടും ചിലപ്പോൾ സ്വല്പമൊക്കെ വ്യത്യാസങ്ങൾ കഥകളിൽ കണ്ടേക്കാം. പിന്നെ ഇത് കഥയ്ക്കല്ല പ്രാധാന്യം, അല്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് കഷായം കുടിപ്പിക്കണം, മേത്ത് ത്വക്ക് രോഗം പോലുള്ള ഉണ്ടെന്ന് വിചാരിക്കുക, ആയുർവേദ വൈദ്യൻ കഷായം കൊടുക്കണം എന്ന് പറഞ്ഞു. അവിടെ കഷായം കുടിപ്പിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ലക്ഷ്യം. പക്ഷേ കഷായത്തിന് കയ്പുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൽക്കണ്ടം തരാം. അപ്പോൾ കുണ്ണി ഇപ്പം ഇന്നൊക്കെ എക്ലെയറും ഒക്കെ ആയിരിക്കും, അല്ലെ വേറെയുള്ള ചോക്ലേറ്റ് പോലെ. നമ്മുടെയൊക്കെ കാലത്ത് കൽക്കണ്ടമെന്നാണ് പറയുന്നത്, മധുരം നർത്ഥം. അപ്പോൾ ആ കൽക്കണ്ടം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞ് കഷായം കുടിക്കും എന്ന് പറയുന്നത് പോലെ ഈ കഥകളിലെല്ലാം നമുക്ക് തത്വം പറഞ്ഞാൽ പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പുരാണങ്ങളെല്ലാം തീർന്നു എന്നല്ലേ? അപ്പം വിസ്തരിച്ച് കഥകളെ പറഞ്ഞിട്ട് പിന്നെ കഥകളിലെ തത്വത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഇത് ശ്വേതകൽപ്പത്തിലെ കഥയാണ്. ഒരു ദിവസം മഹാദേവൻ കൈലാസനാഥൻ ധ്യാനനിരതനായിരുന്നിട്ട് ധ്യാനത്തിൽ നിന്നൊന്ന് ഉണർന്നു. ദേ വട്ടപിട്ടപ്പി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാൾ ത്രിഭുവന ഗുരുമീശം ശ്രീന്ദൃഷ്ണാമൂർത്തിദേവം ജനനമരണ ദുഃഖചേതദക്ഷം നമാമി. അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ടൊരു മന്ദഹാസം. അപ്പം എന്താ, മഹാദേവൻ്റെ മന്ദഹാസം കണ്ട് പാർവതീജിയെ ചോദിച്ചു, അല്ല എന്താ അവിടത്തേക്കൊരു മുഖത്തൊരു, സാധാരണ എപ്പോഴും ഗൗരവമാണ്, ഇന്നൊരു എന്തോ അല്ലേ ഒരു താല്പര്യ കൂടുതൽ പോലെ, ഒരു റൊമാൻസ് എന്നൊക്കെ ഇന്നത്തെ ഭാഷ, ഇംഗ്ലീഷൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, തെറ്റാണ്, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഒരു റൊമാൻസ് ഭാവമൊക്കെ തോന്നി എന്നാണ്. അപ്പോൾ പാർവതീദേവി ചോദിച്ചതനുസരിച്ച് മഹാദേവൻ പറഞ്ഞു, അതെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ? നമുക്ക് ഈ പ്രപഞ്ചത്തിലെ നമ്മൾ സൃഷ്ടിച്ച ജീവരാശികൾ സുഖമായി കഴിയുന്നോ എന്ന് നോക്കാനായി നമുക്ക് ഭൂമിയിലേക്കൊന്ന് പോയി വരാം. ശ്രീരാമാവതാരത്തിലും പോയിട്ടില്ലേ ഭഗവാൻ വേഷം മാറി? അപ്പോൾ മഹാദേവന് വേഷം മാറി പോവാം എന്ന് പറഞ്ഞപ്പോൾ പാർവതീദേവി ചോദിച്ചു, അതല്ല അതെങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ശിവനും പാർവതിയല്ലേ, ലോക പിതാവ്, ലോക ഗുരു, ലോകമാതാവുമായിട്ടുള്ള നമ്മൾ പോയ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെ? എങ്ങനെ അതിനെ കാണും, അല്ലേ? വലിയ VIPSൊക്കെ പോകുമ്പോൾ നടക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? കാലെ പിടിച്ച് കയ്യെ പിടിച്ച് അല്ലേ ഒക്കെ. അപ്പോൾ പാർവതീദേവിയോട് മഹാദേവൻ പറഞ്ഞു, അല്ല അതിന് വേഷം മാറിയാണ് നമ്മൾ പോകുന്നത്, വേറൊരു വേഷത്തില്ല. അതേതാ? ഏറ്റവും ബുദ്ധിയുള്ള ജീവി, കരയിലെ ഏറ്റവും വലിയ സസ്തനി. ആരാണ്? ഞാൻ പറയണോ? സദസ്സാ പറയേണ്ടത്. ആനയാണ് അല്ലേ കരയിലെ ഏറ്റവും വലിയ ജീവി. സസ്തനികളിൽ ഏറ്റവും വലിയ ജീവി, ഏറ്റവും ചെറിയതാരാ? എലി. അതൊക്കെ തത്വത്തിലേക്ക് നമുക്ക് പിന്നെ വരുമ്പോൾ കാണാം. ഏതായാലും നമുക്ക് പിടിയാനയും കൊമ്പനാനയായിട്ട് രൂപം മാറി ഭൂമിയിൽ പോയി നമ്മുടെ പ്രജകളെല്ലാം, ജീവജാലങ്ങൾ, സമസ്ത ജീവരാശികളും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയിലാണോ എന്നൊന്ന് പരീക്ഷിക്കാം. ആവാം. അപ്പോൾ ഇതാ നിമിഷങ്ങൾക്കകം
ആനയുടെ വേഷമൊക്കെ കെട്ടി അങ്ങനെ കാടുകളൊക്കെ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. പ്രകൃതി രമണീയമായ ഭൂപ്രദേശം. അതുവരെ കൈലാസം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. കൈലാസത്തിൽ പോയിട്ടുള്ളവർക്കറിയാം കൈലാസത്തിൻ്റെ മാഹാത്മ്യം അല്ലേ. ഏതായാലും ഇങ്ങനെ ആ കാട് വനാന്തരങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ചു. തടാകത്തിലിറങ്ങി ജലക്രീഡകൾ ചെയ്തു. ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് കാലങ്ങൾ കടന്നു വരവേ പാർവതീദേവി മഹാദേവൻ്റെ സങ്കല്പപ്രകാരം അല്ലേ പൂർവ്വനിശ്ചയപ്രകാരം ഗർഭം ധരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. ഒരു ദിവസം പാർവതീദേവി മഹാദേവനോട് ചോദിച്ചു, അല്ല ഞാൻ ഗർഭിണിയാണെന്നുള്ള ഇവിടെ അവിടത്തേക്ക് അറിയാമല്ലോ. അതറിയാം, അത് നമ്മുടെ പൂർവ്വനിശ്ചയപ്രകാരം അല്ലേ. അതെ, പക്ഷേ എനിക്കൊരു വിഷം. എന്താ, ഞാൻ ആനയായിട്ടിരിക്കുമ്പോഴല്ലേ ഗർഭം ധരിച്ചത്. അപ്പോൾ പ്രസവിക്കുന്ന ശിശു ആനയുടെ രൂപമായിരിക്കുമോ നാഥ? ആനയുടെ രൂപമായാൽ എന്ത്, ഒന്നും അമ്മ വിഷമിക്കേണ്ട. രൂപത്തിൽ എന്ത് കാര്യം അല്ലേ, ഒന്നും അമ്മ വിഷമിക്കേണ്ട. യഥാകാലം സംയോജിതമായ സമയത്ത് അമ്മ പ്രസവിക്കും. അത് നല്ല ഒരു ഉത്തമ പുരുഷനായിരിക്കും. നല്ല സൽബുദ്ധി സൽഗുണങ്ങളോടുകൂടിയ ഉണ്ണി. ലോകം മുഴുവൻ അവനെ ആരാധിക്കും. എല്ലാ വേദങ്ങൾ ഉപനിഷത്തുകളെല്ലാം ഉൾക്കാമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞ് പാർവതീദേവിയെ ആശ്വസിപ്പിച്ചു. പ്രപഞ്ചമാതാവിനെ അറിയാതിരിക്കുമോ? ഒരാനയ്ക്കൊരു മനുഷ്യക്കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു നടോ നാട്യതരോ യഥാ, അല്ലെങ്കിൽ മർത്യാവതാരസ്യ മർത്യശിക്ഷണം എന്ന് ശ്രീരാമേന്ദ്രസ്വാമി കാണിച്ചു തന്നതുപോലെ. ഏതായാലും യഥാകാലം പാർവതീദേവി നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആനക്കുട്ടിയല്ല കേട്ടോ, മനുഷ്യക്കുട്ടി തന്നെ. അങ്ങനെ ഉണ്ണി ജനിച്ചപ്പോൾ ആ മാതാവിനും പിതാവിനും ഉണ്ടായ സന്തോഷങ്ങൾ, ഭൂമിയിലുണ്ടായ സന്തോഷങ്ങൾ, മൃഗങ്ങളെല്ലാം വന്ന് താലോലിക്കുന്നു. ആ ലീലകളൊക്കെ കുറേ ശ്ലോകങ്ങളിൽ അങ്ങനെ വർണ്ണിച്ചു. അതിനുശേഷം ഉണ്ണി അങ്ങോട്ട് വളർന്നു വലുതാവുകയാണ്. എന്നിട്ട് ചോദിച്ചു, അമ്മേ എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട സന്ദേശമാണ്. അതായത് ഏതൊരു ജീവനും ഇവിടെ സൃഷ്ടി നടത്തുമ്പോൾ ഈ സൃഷ്ടിയിലൂടെ, അത് ആരാവട്ടെ, സ്ത്രീയെന്നോ പുരുഷനോ ഏതായാലും, അത് മൃഗമായാലും ശരി, ആ ജീവനിലൂടെ ഒരു ലക്ഷ്യം ഭഗവാൻ കണ്ടിട്ടുണ്ട്. 1. 2, ആ ജീവനിലൂടെ സമൂഹത്തിനൊരു സന്ദേശമുണ്ടാവും, ഒരു മോട്ടിവേഷൻ. ഇത് എല്ലാ സൃഷ്ടിയിലും ഉണ്ട്. അങ്ങനെ ഇതാ ഉണ്ണിക്ക് നല്ലൊരു മുളവടിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണി ദ്വാരപാലകനായി നമ്മുടെ കൈലാസത്തിൻ്റെ വാതിക്കലിരിക്കണം. അമ്മ കുളിക്കാനായിട്ട് പോകുമ്പോൾ അവിടുന്ന് കാവലിരിക്കണം, ആരെയും കടത്തി വിടരുതേ. ഓ ഇല്ല അമ്മേ, അമ്മ പറയുന്നതൊക്കെ അല്ലേ. കിം കരോമി ഇത് കിങ്കര, ഞാൻ എന്താണ് ചെയ്യല്ലേ. വീരഭദ്രനും ചോദിക്കുന്നുണ്ട് ഭാഗവത ദേശയാത്തി, കിം കരോമി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് എത്ര മാതാപിതാക്കളോട് മക്കൾ ചോദിക്കും, കിം കരോമി, അമ്മേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വൃദ്ധസാധനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഉണ്ണിയെ പട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആടയാഭരണങ്ങളൊക്കെ വെച്ച് ഒരുക്കി ഉമ്മറത്ത് കൈലാസത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി വടിയൊക്കെ കൊടുത്തു. നല്ല മുടവടി, ആരെങ്കിലും വന്നാൽ ശിക്ഷ കൊടുത്തോളാം. ഓ ശരി അമ്മേ, അമ്മ പറയുന്ന പോലൊക്കെ കേട്ടോളാം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് അമ്മയുടെ കാര്യങ്ങൾക്ക് പൊക്കോളൂ. പക്ഷേ അമ്മയുടേതായ കാര്യങ്ങളിലേക്ക് പോയ സമയത്താണ് കൈലാസനാഥൻ അവിടെ എത്തിച്ചേരുക. ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ആ സദാശിവ ബ്രഹ്മമായ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണി ഞാൻ അകത്തേക്ക് പ്രവേശിക്കട്ടെ? ഏയ് പറ്റില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും കടത്തി വിടരുതെന്ന്, അതുകൊണ്ട് അവിടെ നിന്നാൽ മതി. അല്ല ഉണ്ണി, ഇത് നീ പറഞ്ഞ അമ്മയുടെ ഭർത്താവാണ്, അതായത് നിൻ്റെ അച്ഛനാണ് ഞാൻ. ഏയ് അതൊന്നും പറഞ്ഞിട്ട് ഇവിടെ അവിടുന്ന് പറയുന്നത് സത്യമോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. അമ്മയ്ക്ക് കൊടുത്ത വാക്കൊരിക്കലും ഞാൻ തെറ്റിക്കില്ല. എന്തെല്ലാം മഹാദേവൻ പറഞ്ഞിട്ടും ഉണ്ണി മഹാദേവനെ അകത്തേക്ക് കടത്തി വിട്ടില്ല.
ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വടിയെടുത്ത് മഹാദേവൻ്റെ തൃപ്പാദത്തിൽ, ഈ ത്രൈലോക്യങ്ങൾ മുഴുവൻ ഏതൊരു മഹാദേവൻ്റെ തൃപ്പാദാരവിന്ദത്തിലാണോ നമസ്കരിക്കുന്നത്? ശിരോമൽപാദയോ കൃത്വ ബാഹുഭ്യം ച പരസ്പരം പ്രപന്നം ബാഹിമാമീശ പ്രീതം മൃത്യുഗ്രഹാർണവാൽ. അങ്ങനെ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും ഓടി ഓടി അഭയമായി ഏതൊരു മഹാദേവൻ്റെ തൃപ്പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നുവോ ആ മഹാദേവൻ്റെ തൃപ്പാദത്തിൽ വെച്ച് വടികൊണ്ടൊരടി. മഹാദേവന് എന്നാ ഉണ്ണിയെ തിരിച്ചൊന്നും ചെയ്യാൻ തോന്നിയില്ല. അതാണ് ആ സൃഷ്ടി വൈഭവത്തിൻ്റെ മഹത്വം. എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വാക്ക്, ഉണ്ണി ഞാൻ അച്ഛനാണെന്നൊക്കെ പറയുമ്പോഴും പുറമേ ദേഷ്യഭാവവും ക്രോധവും കോപവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഉണ്ണിയോട് ഉപദ്രവിക്കാൻ മഹാദേവന് തോന്നുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഹാദേവൻ തൻ്റെ സൃഷ്ടികളായ ഭൂതഗണങ്ങളെ വിളിച്ചു. ഇതാ ഇങ്ങനെ ഒരു ഉണ്ണി കൈലാസത്തിൽ വന്നിരിപ്പുണ്ട്, ആരാണോ എന്താ അല്ലേ, വല്ലാണ്ട് എൻ്റെ നേരെ ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ കടത്തി വിടുന്നില്ല, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഭൂതങ്ങളൊക്കെ വന്നെങ്കിലും അവരും തോറ്റു പിന്മാറി. നിങ്ങൾ ശിവൻ്റെ ദ്വാരപാലകർ, ഞാൻ എൻ്റെ അമ്മയുടെ ദ്വാരപാലകൻ എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ എന്തായി? അവിടെ ഒരു ഭൂതഗണങ്ങളും നമ്മുടെ ഉണ്ണിഗണപതിയും കൂടെ ഘോരമായ യുദ്ധം, പരിചയും വാളും ചാട്ടവാറുകൾ കൊണ്ട് ഘോരമായ, ചിലരുടെ കൈകൾ ഒടിഞ്ഞുപോയി, ചിലരുടെ ശിരസാണ്, ചിലരുടെ വയറ് ചതഞ്ഞുപോയി, ചിലരുടെ ഇങ്ങനെ പലർക്കും അംഗവൈകല്യങ്ങൾ എന്ന് പറയും. കുറേ ശ്ലോകങ്ങളിൽ ആ യുദ്ധം അങ്ങനെ കുറേ ശ്ലോകങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും ഘോരമായ യുദ്ധം, ഒരു രക്ഷയില്ല, ആർക്കും ഗണപതിയെ തോപ്പിക്കാൻ സാധിക്കില്ല, അത്ര വീരശൂര പരാക്രമി. സമയത്ത് മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളും തോറ്റു എന്നായപ്പോൾ പെട്ടെന്ന് ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമിയാണോ അതോ പഴനി ആണ്ടവനാണോ ഒരു മെസ്സേജ് ഇട്ടു. ഗുരുവായൂരപ്പനും ഇട്ടു മെസ്സേജ് വൈകുണ്ഠത്തിലേക്ക് തന്നെ. രണ്ടുപേരും പെട്ടെന്ന് വന്നു അല്ലേ. ഏതായാലും വന്നു. അവരും ഒന്ന് ഏറ്റുമുട്ടിയിട്ടും ഒരു രക്ഷയില്ല. സുബ്രഹ്മണ്യ സ്വാമി ഒറ്റ നിമിഷം തന്നെ പറ്റില്ല, ഇത്രയും ബലവാനായിട്ട് പറ്റില്ല എന്നെ സുബ്രഹ്മണ്യ സ്വാമി മാറി നിന്നു, വേൽമുരുകൻ ആണ്ടവൻ. പക്ഷേ ഗുരുവായൂരപ്പനും കുറേ നേരം നോക്കി, പറ്റുന്നില്ല. ഒടുവിൽ എന്ത് ചെയ്തു? തൻ്റെ മായാപ്രയോഗം ഇല്ലേ, മായാസ്വരൂപനായി മോഹിനി വേഷം കെട്ടിയ ഭഗവാൻ പെട്ടെന്ന് 10 രൂപങ്ങളെയും 10 രൂപം ധരിച്ചുകൊണ്ട്, എത്ര രൂപം വേണേ 110 കോടി രമണിമാരോട് പരാശരീലയാടത്തിന് ഭഗവാനുണ്ടോ? എത്ര രൂപം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്? ഭഗവാൻ പല പല രൂപങ്ങൾ ധരിച്ച് ഗണപതിയുടെ ചുറ്റും റൗണ്ട് അടിച്ചു. ഗണപതി എന്താ ചാട്ടവാറുകൊണ്ട് ആഞ്ഞു കറക്കുക. ഒടുവിൽ ഗുരുവായൂരപ്പൻ ഒരു കണ്ണ് കാണിച്ചു മഹാദേവനെ, തട്ടിക്കോ, സമയമായി, ഇനിയും വെയിറ്റ് ചെയ്യണ്ടാന്ന്, നല്ല സമയമാണ്. മഹാദേവനെ ഗുരുവായൂരപ്പൻ്റെ അവിടെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണിഗണപതിയുടെ പുറവിൽ കഴുത്തിനിട്ട് തൻ്റെ ത്രിശൂലം കൊണ്ട് ഠേന്നങ്ങ് മുറിച്ചു. അങ്ങനെ ഗണേശനെ വധിച്ചു. ഗണേശനെ വധിച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവന് വിചാരിച്ചു, വല്ലാത്ത വിഷമത്തിൽ അവിടെ പോയിരുന്നു. ഈ സമയത്ത് കുറേ പേര് അംഗവൈകല്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഗണപതിയുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ രക്തം അങ്ങനെ ഒഴുകുന്നുണ്ട്. നാരദനൊരു സൂത്രപ്പണി ചെയ്തു കേട്ടോ. നാരദൻ അകത്തിയെന്നു പാർവതീദേവിയോട് പറഞ്ഞു, അമ്മയുടെ മോൻ തഥൈവ കേട്ടോ, പക്ഷേ പരിസ്ഥിതി മറന്നൊന്നും പ്രവർത്തിക്കരുതേ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ടറിഞ്ഞതുപോലെ സുബ്രഹ്മണ്യ സ്വാമി അവിടെ നിന്ന് പോയി കാരണം ജ്യോതിഷാചാരനാണ്. വരാൻ പോകുന്ന മുറ്റും കൂട്ടി കണ്ടു, ഇവിടെ നടക്കാൻ പോകുന്ന ഇവിടെ എൻ്റെ ആവശ്യമില്ല എന്നുള്ള സത്യം. സുബ്രഹ്മണ്യ സ്വാമി വേറെ മയിലിൻ്റെ പുറത്തങ്ങ് പോയി. ഈ സമയത്ത് പാർവതി ദേവി ആ രംഗത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായ കോപവും ദേഷ്യവും, ഒരു പ്രളയാഗ്നിക പോലെ അവിടെ കിടന്ന അട്ടഹാസം, തൻ്റെ ഉണ്ണിയെ കൊന്നവൻ ആരാണ് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ മഹാദേവൻ സത്യം ഒളിച്ചു വെച്ചില്ല, സത്യം പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ്റെ നേരെയും ക്രോധാകാരിയായി പാർവതി പെരുമാറിക്കഴിഞ്ഞിട്ട് തൻ്റെ ശരീരശക്തിയിലൂടെ ആയിരക്കണക്കിന് ദിവ്യശക്തികളെ ചണ്ഡമുണ്ടോക്തികൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ പോലെ ചണ്ഡിയാദേവിയെയും അല്ലെങ്കിൽ ശൈലപുത്രിയായും, പിന്നെ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ടല്ലേ ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ അല്ലേ, കൂഷ്മാണ്ഡയായും, സ്കന്ദമാത, നവരാത്രിക്ക് കണ്ടില്ലേ അമ്മയുടെ 9 ഭാവങ്ങൾ. അവിടെ 9 ഭാവങ്ങളിലുള്ള ദേവി ഇവിടെ 1000 ശക്തികളെ തൻ്റെ കാളിയായും ദുർഗയായും
ഭദ്രകാളിയായി പല പല ഭാവങ്ങളിൽ ആയിരക്കണക്കിന് ശക്തിവിശേഷങ്ങളെ അവിടെ സൃഷ്ടിച്ചു. അവരെല്ലാം ചെന്ന് അവിടെ ശിവൻ്റെ ഭൂതഗണങ്ങളെ മറ്റ് ദേവന്മാരെയും എല്ലാം ആക്രമിച്ച് അവിടെ ഒരു വല്ലാത്ത അവസ്ഥയായി. ദേവന്മാരെല്ലാം സങ്കടപ്പെട്ട് ഇതിനെന്താണ് പരിഹാരം? ഒരു പരിഹാരവുമില്ല. കോപം കൊണ്ട് ജ്വലിച്ചങ്ങനെ നിൽക്കുകയാണ് ഭദ്രകാളിയായിട്ട്. സാക്ഷാൽ ഭദ്രകാളി അങ്ങനെ വിറകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നാരദ മഹർഷിയും ശിഷ്യന്മാർ, തുമ്പുരുവാദികളായ ശിഷ്യന്മാരുമൊക്കെ ചെന്നിട്ട് ദേവിയുടെ പാദത്തിൽ വന്ന് നമസ്കരിച്ചു. ദുർഗേ സ്മൃതാഹരസി പീതിമശേഷജന്തോ സ്വസ്തേ സ്മൃതാമതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യദുഃഖഭയകാരിണി കാത്വധന്യാ സർവോപകാരകരുണായ സദാദ്രചിത്ത. അമ്മേ, അവിടുന്ന് ശാന്തമാകൂ. ഏതെല്ലാം ആപത്തിൽ ഒക്കെ അമ്മ ഞങ്ങളെ രക്ഷിക്കുന്നതാണ്. ആപദീക്കും കരണീയം സ്മരണീയം ചരണയുകളാമ്പായ എന്ന് എത്ര തവണ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അമ്മ ശാന്തയാവുക. എന്തെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ എന്താണ് വേണ്ടത് അത് പറഞ്ഞാൽ ഞാൻ മഹാദേവനോട് പോയി പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സ്തുതി എല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ശാന്തയായി. അമ്മ പറഞ്ഞു, ഒരു കണ്ടീഷൻ ആദ്യം പറയാം. എൻ്റെ പ്രാണസർവസ്വമായി കിടക്കുന്ന എൻ്റെ മകനാണ് മരിച്ചു കിടക്കുന്നത്. ഒരമ്മയുടെ വേദന നാരദ ഋഷേ അവിടത്തേക്ക് അറിയില്ല. അതൊരു പെറ്റ വയറിന് മാത്രമേ ഒരു മകൻ മരിക്കുമ്പോൾ അമ്മയുടെ വേദന എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ മകൻ ജീവിച്ച് കിട്ടണം, ഒന്നും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഈ മകൻ ലോകാരാധ്യനായ പുരുഷനായിട്ട് മാറണം. ഏതൊരമ്മയുടെയും സ്വപ്നം അതായി തീരണം, ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഏതു മാതാവിനും തൻ്റെ മകൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറണം, സൽസ്വഭാവിയാരണം, സത്യം ധർമ്മം നീതി ന്യായം പുലർത്തുന്നവനായി വളരണം എന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കും. അതുകൊണ്ട് എൻ്റെ മകൻ ലോകാരാധ്യനായി എല്ലാ ദേവന്മാരിലും പ്രഥമഗണനീയനായി തീരുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ രൗദ്രം ഇന്നങ്ങ് നിലനിൽക്കില്ല. ലോകം നശിക്കുന്നവരെ ഞാനിത് ചെയ്യുമെന്നുള്ള പാവം. ശരി, പെട്ടെന്ന് നാരദ മഹർഷി മഹാദേവനോട് ചെന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, എല്ലാ ദേവന്മാരെ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും കൂടി നേരെ ഇവിടുന്ന് വടക്കോട്ട് പോവുക. എന്നിട്ട് വടക്ക് ഒട്ട് തല വെച്ച് കിടക്കുന്ന ഒരു ജീവിയുടെ ശിരസ് കൊണ്ടുവന്ന് ഈ ഉണ്ണിക്ക് വയ്ക്കുക. എന്നിട്ട് ഉണ്ണിയെ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞു. കുറേ ദേവന്മാരെല്ലാം വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരു ജീവിയുടെ ശിരസിനായിട്ട് പോകുന്നു. കുറച്ചു ദേവഗണങ്ങളും പാർവതീദേവിയും കൂടെ ഉണ്ണി ഗണപതിയുടെ രക്തത്തിൽ കുളിച്ച് കിടക്കുക എന്ന് പറഞ്ഞല്ലോ. രക്തമൊക്കെ തുടച്ച് കളഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി തുടച്ച സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പട്ടി വസ്ത്രത്തിലൊക്കെ പൊതിഞ്ഞ് അവിടെ വെച്ചു. അതിനുശേഷം വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ജീവി ആവാം തെക്കോട്ട് അരുതേ പടിഞ്ഞാട്ട് വർജ്യം വടക്ക് ഉത്തമം കിഴക്ക്. മനുഷ്യരോട് പറയുന്ന ഒരു സങ്കല്പം അല്ലെ ആശയം ആണ്. ഇന്ന് ന്യൂ ജനറേഷൻസിൽ പലരും എന്നോട് ചോദിക്കും, ഉഷാജി മരിച്ചു കഴിഞ്ഞാലേ തെക്കോട്ടല്ലേ തലവെച്ച് കിടക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്ന ജനറേഷൻസിന് അമ്മമാർ, അച്ഛന്മാർ, സഹോദരിമാർ പറഞ്ഞു കൊടുക്കും. അതിനല്ല കൊച്ചു കുട്ടികൾ ഇന്ന് നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതായത് കിഴക്കോട്ടാണ് ഉത്തമം. ഇനി ഏത് ജീവിയാവട്ടെ, മനുഷ്യജന്മം എടുത്ത് നമ്മളെല്ലാവരും ഉത്തമമായിട്ട് രാത്രിയായാലും പകലായാലും ഒരു കുഞ്ഞിനെ കിടത്തുന്നതും കിഴക്കോട്ട് തലവെച്ച് തന്നെ ആവണം. പിന്നെ ഞങ്ങളെപ്പോലെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ വാസ്തു നോക്കിയൊന്നും വീട് വയ്ക്കുവാനോ അല്ലെ അങ്ങനെയൊന്നും പറ്റില്ല. ആ സമയത്ത് തെക്കോട്ട് കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല, തെക്കോട്ടാവാം എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഉത്തമം കിഴക്കാണ്, തെക്കോട്ടും ആവാം. എന്നാൽ അഴുതേ പടിഞ്ഞാറ്, വടക്കും വർജ്യം. വടക്കോട്ട് പാടേ ഇല്ല തലവെച്ച് കിടക്കാൻ. എന്തുകൊണ്ട് എന്നിന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രപ്രകാരം, ഗുരുത്വാകർഷണ ശക്തി പ്രകാരം ദക്ഷിണധ്രുവത്തിൽ നിന്നും ഉത്തരധ്രുവത്തിലെ കാന്തരേഖയുടെ ആ വലയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും. ഈ രണ്ടാമതെന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള കാന്തരേഖയുടെ ആ വലയത്തിൽ ആണ് ഭൂമിയെ സൂര്യനും
ചന്ദ്രനും നക്ഷത്രാദികളെല്ലാം പ്രദക്ഷിണം വയ്ക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അതുകൊണ്ടാണ് കിഴക്ക് ഉത്തമമാണ്, കിഴക്ക് പറ്റിയില്ലെങ്കിൽ തെക്കോട്ടാവാം എന്ന് പുരാണത്തിൽ പറഞ്ഞു വെച്ചത് സ്മരിക്കാം. അതൊരു തത്വം നമ്മളെ ഓർമ്മിപ്പിച്ചു. ഏതായാലും അവിടെ ചെന്നപ്പോൾ തെക്കോട്ട് വെക്കുന്നതിന് പകരം വടക്കോട്ട് തല വെച്ച ഒരാൾ കിടപ്പുണ്ടാരാ, സുഖമായിട്ട് ഉറങ്ങുക. ആരാ? ഗജേന്ദ്രൻ അല്ലേ? ശരി, ഒന്നും ആലോചിച്ചില്ല. മഹാദേവൻ പറഞ്ഞല്ലേ, മഹാദേവൻ്റെ ആജ്ഞയാ, മൃത്യുഞ്ജയനാ അല്ലേ? വാൾ കൊണ്ട് വെട്ടി ശിരസ് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, നമ്മുടെ ഉണ്ണിഗണപതിക്ക് വെച്ചു പിടിപ്പിച്ചു. ഡിം ആദ്യത്തെ തലയുടെ ശസ്ത്രക്രിയ വൈദ്യനാഥൻ, പരല്യാം വൈദ്യനാഥം ആണോ? ജ്യോതിർലിംഗത്തിൽ പരല്യാം വൈദ്യലിംഗം, വൈദ്യനാഥനായ നമ്മുടെ മഹാദേവനാണ് ആദ്യത്തെ ശസ്ത്രക്രിയ. അങ്ങനെ ശിരസ്സെടുത്ത് വെച്ചപ്പോൾ ഉണ്ണിഗണപതിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെ അതാ കടകൂടെ, ഞാൻ എന്താ അച്ഛാ അമ്മ ഞാൻ അങ്ങ് അധികം ഉറങ്ങിപ്പോയോ എന്നുള്ള ഭാവത്തിലൊക്കെ തിരുമി എണീറ്റു. ഏതായാലും തൻ്റെ മകന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വലിയ സന്തോഷം. വിശറി കൊണ്ടുവരുന്നു, പിന്നെ ഒക്കെ ഉണ്ണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ത്? മോദകം. മുദകരാത്ത മോദകം സദാ വിമുക്തിദായകം കലാപദംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനായ ദൈത്യശുഭകം തഥാ ശുഭാശുനാദതം തം വിനായകം നമാമി വിതം വിനായകം നമാമി തം വിനായകം. ആ മോദകമൊക്കെ കൈ വെച്ചോണ്ടിരിക്കുന്ന ഉണ്ണി, ദൈത്യന്മാരെ മുഴുവൻ നശിപ്പിച്ച ഉണ്ണി, എല്ലാവരുടെയും അശുഭങ്ങളെ നശിപ്പിച്ച് ശുഭം ആശു, ശുഭത്തെ ആശു പെട്ടെന്ന് കൊടുക്കുന്ന തമ്പിനായകനായിട്ടുള്ള ഉണ്ണി ഗണപതി അവരുടെ മുമ്പ് അമ്മ ധാരാളം ഉണ്ണി നോക്കി കൊഴുക്കട്ടെ നെയ്യപ്പോ ഒക്കെ കൊടുത്തു. ഉണ്ണി വയറ് നിറച്ച് അതൊക്കെ കഴിച്ച് സന്തോഷവാനായിട്ടിരുന്നു. ആ സമയത്ത് എല്ലാ ദേവാദിദേവന്മാർ, ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജൈവത ചൈതന്യങ്ങളും വന്ന് ഉണ്ണിക്ക് അഭിഷേകങ്ങളൊക്കെ ചെയ്തു. സന്തോഷമായി. ബ്രഹ്മാവ് മുമ്പിൽ ചെന്ന് ബ്രഹ്മാവിൻ്റെ താടി പിടിച്ചു വലിച്ചു എന്നൊക്കെ ബ്രഹ്മാവ് ഇവിടെ നാരദനോട് പറയുന്ന രസകരമായ സന്ദർഭങ്ങൾ. ഏതായാലും പാർവതീദേവിയുടെ മടിയിലിരുത്തി ആ ഉണ്ണിക്ക് അഭിഷേകം ചെയ്തു. ആ സമയത്ത് പാർവതീദേവി പറഞ്ഞു, ആരാണോ എൻ്റെ മകനെ, ഏത് ചെറിയ കർമ്മമാവട്ടെ, അവിടെ ഗണപതി എൻ്റെ മകനെ പൂജിക്കുന്നവർക്ക് എല്ലാ സർവ്വ അഭീഷ്ടങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞ് പാർവതി ആദ്യം അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക അല്ലേ? അമ്മമാരുടെ കണ്ണ് നനയാൻ ഇടയാവരുത്, അമ്മമാരുടെ മുമ്പിൽ അഹങ്കാരം പാടില്ല, അമ്മമാരെ വേദനിപ്പിക്കരുത് അല്ലേ? ആചാര്യസ്വാമികൾ നമുക്ക് പറയുന്നു, സർവജ്ഞപീഠം കയറിയ ആചാര്യസ്വാമികൾ പോലും. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അപ്പം പറഞ്ഞു, ഇവനെ പൂജിക്കുന്നവർക്ക് എല്ലാം, ഇനി ആരെങ്കിലും ഇവനെ പൂജിച്ചില്ലെങ്കിൽ തടസ്സങ്ങളും ഇവൻ വരുത്തും എന്ന് പറഞ്ഞു പാർവതീദേവി അനുഗ്രഹിച്ചു. തൊട്ടുപുറവേ മഹാദേവനും പറഞ്ഞു, എൻ്റെ ഉണ്ണിയായി ഗണനായകനായിട്ട് ഇവൻ അറിയപ്പെടും എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇവനെ പൂജിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും, പൂജിച്ചില്ലെങ്കിൽ വിഘ്നങ്ങൾ, അപ്പോൾ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന മൂർത്തിയുമാണ് വിഘ്നേശ്വരൻ. ഗണതിയെ പൂജിച്ചില്ലെങ്കിൽ, ഗണനായകനെ പൂജിച്ചില്ലെങ്കിൽ വിഘ്നങ്ങൾ വരുത്തുകയും ചെയ്ത് പാലാഴി മദനത്തെ ഭാഗവതത്തിൽ കണ്ടു അല്ലേ? മന്ദരപർവ്വതം ഭൂമി പാലാഴി താണുപോയതും ഗണേശ പൂജ ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറയുന്ന രംഗങ്ങൾ കാണാം. ഏതായാലും അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ അനുഗ്രഹങ്ങൾ, വരങ്ങൾ, ഓരോ ആയുധങ്ങളൊക്കെ കൊടുത്തു. ഉണ്ണിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കഴിയുന്നു. അപ്പോൾ അങ്ങനെ കൈലാസത്തെ പറ്റി വന്ന പോലെ എല്ലാവരും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത് പോലെ സ്ഥലം വിട്ടു. ഇപ്പോൾ മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര, അങ്ങനെ പാർവതീദേവിയും മഹാദേവനും നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ. സുബ്രഹ്മണ്യസ്വാമിയും ഗണേശനും ഒക്കെ കൂടെ അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പരമേശ്വരന്മാർ തമ്മിൽ പറഞ്ഞു, അല്ല നമ്മുടെ ഉണ്ണികളെ വളർന്നു വലുതായി തുടങ്ങി, അവർക്കിനി വിവാഹമൊക്കെ നോക്കണ്ടേ? ഇത് കേട്ടു ഉണ്ണികൾ. അച്ഛാ എനിക്ക് ആദ്യം വിവാഹം എന്ന് പറഞ്ഞ് ഗണപതി ചുള്ളി. അപ്പോൾ സുബ്രഹ്മണ്യം പറഞ്ഞു, അല്ല അച്ഛാ എനിക്ക് ആദ്യം. ഇങ്ങനെ രണ്ടുപേരും അത് സമയത്തിനും കാലത്തിനും അനുസരിച്ച് മാതാപിതാക്കൾ നടത്തി തരും. മിണ്ടാണ്ട് അവിടെ ഇരി രണ്ടുപേരും. രണ്ടുപേരും കല്യാണത്തിന് തിരക്ക് കൂട്ടിയപ്പോൾ പറഞ്ഞു, ഒരു നിബന്ധന നമുക്ക് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു മാമ്പഴം, അത് ബ്രഹ്മാവ് കൊടുത്ത മാമ്പഴമാണെന്നാണ് പറഞ്ഞത് കേട്ടോ.
ഏതായാലും ആ മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ആരാണോ ത്രിലോകം ചുറ്റി ആദ്യം വരുന്നത് അവർക്ക് മാമ്പഴവും തരാം, അവരുടെ വിവാഹം ആദ്യം നടത്താമെന്ന്. ഈ സമയത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി വരാൻ പോകുന്ന മുൻകൂട്ടി കറിഞ്ഞത് ആ ജ്യോതിഷാചാര്യൻ സുബ്രഹ്മണ്യ സ്വാമി അവിടെ സ്ഥലം വിട്ടു ത്രിലോകം ചുറ്റാനായിട്ട്. ഉണ്ണിഗണപതി എന്ത് ചെയ്തു? അച്ഛാ അമ്മേ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. പെട്ടെന്ന് ഗണപതി ഭഗവാൻ പോയി ഗംഗയിലൊക്കെ ഇറങ്ങി കുളിച്ച് മിടുക്കനായിട്ട് പുതിയ വസ്ത്രമൊക്കെ ധരിച്ചു വന്നു. അപ്പോഴത്തെ അച്ഛനും അമ്മയും വന്ന് പലകയിലിരുന്നു. രണ്ടുപേരോടും പറഞ്ഞു ദാ അവിടെ ഇരിക്കുക, പഴങ്ങളും ഒക്കെ കൊടുത്തു. അപ്പോൾ അമ്മയും അച്ഛനും എന്നെന്താ ഒരു പ്രത്യേക സ്നേഹം ഞങ്ങളോട്, എന്തോ സോപ്പിടാനാണോ എന്നൊക്കെ തോന്നി പാർവതി ദേവിക്ക്. അല്ല അതൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഗണപതി പാർവതീദേവി പരമേശ്വരന്മാരെ മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം. എൻ്റെ ഭുവനത്രയം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ത്രിലോകനാഥനാണ് എൻ്റെ അച്ഛൻ, ലോകജനനിയാണ് എൻ്റെ അമ്മ. ഇതിനപ്പുറം ഏത് ത്രിലോകം? ഇന്നത്തെ പുതിയ തലമുറ കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കഥകൾ കുട്ടികൾക്ക് കൊച്ചു പ്രായത്തിലേ പറഞ്ഞു കൊടുക്കണം. അമ്മമാരെ കൊണ്ട് വൃദ്ധസദനത്തിൽ തള്ളുന്നു എങ്കിൽ നമ്മൾ പറഞ്ഞു വളർത്തിയ സംസ്കാരം. ഏതായാലും മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം പറഞ്ഞ് 7 പ്രാവശ്യം ചൊല്ലി പാർവതീ പരമേശ്വരന്മാരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഞാൻ ത്രിലോകം ചുറ്റി പാമ്പഴോ ഇങ്ങ് തന്നേരെ എൻ്റെ കല്യാണം ആദ്യം നടത്തുക. വാശിയോട് വാശി, പിന്നെ രക്ഷയില്ല. വിശ്വകർമാവിൻ്റെ മക്കളായ സിദ്ധി ബുദ്ധി 2 കന്യകമാരെ ഗണേശന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഗണേശൻ്റെ വിവാഹം ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഗണേശന് സിദ്ധിദേവിയിൽ ക്ഷേമൻ എന്ന ഉണ്ണിയും ബുദ്ധിദേവിയിൽ ലാഭനും ഉണ്ടായി എന്നാണ് കഥ. ഇങ്ങനെ ഗണപതിയുടെ വിവാഹം കഴിഞ്ഞ് 2 ഭാര്യമാരുമായി 2 കുട്ടികളുമായി ലോകം ചുറ്റിയ ആൾ ആ മയിലിൻ്റെ പുറത്തു. അതിനു മുമ്പേ നാരദൻ കൊളുത്തി വിട്ടിട്ടുണ്ട്, അത് വേറെ വിഷയം. സ്വയം അറിയുകയും ചെയ്യാം, വേറെ വിഷയം. മുറ്റത്ത് വന്നു, ആഹാ 2 ഉണ്ണികളൊക്കെ ഇരുന്ന് കളിക്കുന്നല്ലോ, അത് ശരി. അപ്പോൾ ലോകം ചുറ്റാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് വിട്ടിട്ട് അനിയൻ്റെ വിവാഹം നടത്താനായിരുന്നു അല്ലേ? അപ്പം അല്ല മോനെ, ബാ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വാം. എനിക്കൊന്നും വേണ്ട. അല്ല ഉണ്ണിയപ്പം ഉണ്ട്, അതൊക്കെ മോന് ഇഷ്ടപ്പെട്ടതല്ലേ അമ്മ ഉണ്ടാക്കിയത്? അതൊക്കെ മതി. എനിക്ക് അമ്മ അങ്ങനെ ഉണ്ടാക്കിത്തല്ലേ, ഗണപതിയോടല്ലേ ഏറ്റവും ഇഷ്ടം. ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി അച്ഛനമ്മമാരുടെ വാക്കുകളെ വകവയ്ക്കാതെ വേണ്ടിയിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. എവിടേക്ക് പോയി? ക്രൗഞ്ചമലയിലേക്ക് പോയി. കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ആ സമയത്ത് പാർവതി എത്രയൊക്കെ മക്കൾ ആൺമക്കളാവട്ടെ പെൺമക്കളാകട്ടെ എത്രയൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒരു പെറ്റ മാതാവിനെന്തേ ക്ഷമിക്കാനേ സാധ്യമാണ്. ഒരുപക്ഷെ അച്ഛന്മാരോട് വിരോധമല്ലേ ഗുരുവായൂരപ്പ, എന്നാലും അമ്മമാർക്ക് ക്ഷമ അല്ലേ? ധരിത്രി ഭൂമി ക്ഷമയ്ക്ക് ഉദാഹരണം പറയുന്നത് ഭൂമിദേവിയാണ്. ഭൂമിയോളം ക്ഷമ സ്ത്രീകൾക്ക്. അപ്പോൾ ഉണ്ണിയെ കാണണമെന്നൊരു ആഗ്രഹം മാതാവായ അമ്മയ്ക്ക്. അപ്പം മഹാദേവനോട് പറഞ്ഞു. മഹാദേവൻ കുറച്ച് ദേവന്മാരെയൊക്കെ അങ്ങോട്ട് വിട്ടു. ഞാൻ വരില്ല, ഇനി ഞാൻ കൈലാസത്തിലേക്കേ ഇല്ല. ശരി, പാർവതീദേവിയും മഹാദേവനും കൂടെ ക്രൗഞ്ചമിഥുനത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ കാണാൻ എത്തി. ആരോ ചോദിച്ചു, പഴനിമലയിലാണോ പോയത്? അല്ല, ഇത് ശ്രീശൈലം മല്ലികാർജുനം, അതായത് ക്രൗഞ്ച പർവ്വതത്തിലേക്ക് പോയി. ആ സമയത്ത് തന്നെ കാണാൻ അച്ഛനും അമ്മയും വരുന്നു എന്നറിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അവിടുന്ന് 3 യോജന ദൂരെ മാറിയിരുന്നു. വരുന്നു എന്നറിഞ്ഞപ്പോൾ കാണാതിരിക്കാൻ അവിടുന്ന് 3 യോജന മാറിയിരുന്നു. പക്ഷേ മഹാദേവൻ ശ്രീശൈലത്തിൽ മല്ലികാർജുനത്തിൻ്റെ ആ ക്രൗഞ്ച പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ ഒരു ജ്യോതിർലിംഗമായി ശോഭിച്ചുകൊണ്ട് ഇന്നും ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവിടെ പോയാൽ ആ
ജ്യോതിർലിംഗം കാണാം. നമ്മുടെ 12 ജ്യോതിർലിംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിർലിംഗമാണ് ഈ ആന്ധ്രാപ്രദേശിലുള്ളതായ ശ്രീശൈലത്തുള്ള ഈ മല്ലികാർജുന ജ്യോതിർലിംഗം. അതായത് മഹാദേവന് 12 ജ്യോതിർലിംഗങ്ങളിലെ ഒരു ജ്യോതിർലിംഗമാണ് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീശൈലത്തിൽ. ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ശിവാനന്ദ ലഹരി എന്ന ഗ്രന്ഥം ആചാര്യസ്വാമികൾ എഴുതിയത് ശ്രീശൈലത്തിലാണ്. ഈ ഒക്ടോബറിൽ ശ്രീശൈലത്ത് വെച്ച് ഈ ശിവാനന്ദ ലഹരി തന്നെ ആചാര്യസ്വാമികൾ എഴുതിയ നമ്മുടെ ഈ ശിവാനന്ദലഹരി, ആനന്ദലഹരി ഉണ്ടല്ലേ, സൗന്ദര്യലഹരിയുണ്ട്. ആനന്ദലഹരി കഴിഞ്ഞാണ് സൗന്ദര്യലഹരി. അത് ദേവിയുടെ വർണ്ണനയാണ്, ദേവിയുടെ കേശാദിപാത വർണ്ണനയാണ്. ഇവിടെ മഹാദേവൻ്റെ വർണ്ണനയാണ്. അങ്ങനെയുള്ള ശിവാനന്ദ ലഹരി ശ്രീശൈലത്ത് വെച്ച് ആചാര്യസ്വാമികൾ എഴുതിയ അവിടുത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒക്ടോബറിൽ കുറച്ച് ദിവസങ്ങൾ ഈ അടുത്ത കാലത്ത് സന്യാസം സ്വീകരിച്ചതായ നെച്ചൂർ വെങ്കിട്ട സ്വാമി അവിടെ വെച്ച് ഒരു സത്സംഗം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ മല്ലികാർജുനത്തിലൊരു ജ്യോതിർലിംഗമായി അവിടെ ശോഭിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ സോമനാഥ ക്ഷേത്രമുണ്ട് അല്ലേ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമുണ്ട്. അപ്പോൾ സൗരാഷ്ട്രേ സോമനാഥം ജ ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാലം ഓങ്കാരം അമലേശ്വരം. ഉജ്ജയിനിയിൽ ക്ഷിപ്രനദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ മഹാകാലേശ്വരനെ തൊഴാം. നർമ്മദയിൽ കുളിച്ചാൽ, അതായത് മഹാബലി യാഗം നടത്തിയ ആ നർമ്മദാ നദിക്കരയിലേക്കാണ് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നപ്പോൾ ഭഗവാൻ വാമനമൂർത്തിയുടെ പാദസ്പർശനമേറ്റ നർമ്മനദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഓങ്കാരേശ്വരി തൊഴാം. ഇങ്ങനെ നമ്മുടെ ആ ജ്യോതിർലിംഗങ്ങൾ ഒക്കെ അവിടെ പറഞ്ഞു. ഏതായാലും അങ്ങനെ ആ ജ്യോതിർലിംഗ സ്വരൂപനായി അവിടെ ശോഭിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയെ കാണാനായി അമാവാസി അതുപോലെ പൗർണമിയൊക്കെ ദിവസങ്ങളിൽ ദേവി പാർവതീദേവി ഭവാനി ഭവതിയായിക്കൊണ്ടും മഹാദേവൻ സദാശിവനായിക്കൊണ്ട് അവിടെ ഉണ്ണിയെ കാണാനായി സന്നിധാനം ചെയ്യുന്നു എന്നും അവിടെ പോയാൽ എല്ലാ ദുഃഖത്തിനും പരിഹാരമാവും എന്നൊക്കെ ശിവാനന്ദലഹരിയിൽ പറയുന്നു. ശിവാനന്ദലഹരിയിലെ വളരെ രസകരമായ ഒരു ശ്ലോകമാണ് 10ാമത്തെ ശ്ലോകം. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശഗത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി വികാരാസക്തം ചേൽഹൃദയം തേന വപുഷേ. എന്താർത്ഥം? നരത്വം, ദേവത്വം, നരനായിട്ട് ജനിച്ചാലും ദേവനായിട്ട് ജനിച്ചാലും, നഗവന മൃഗത്വം, ഒരു മൃഗമായിട്ട് ജനിച്ചാലും. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേത്ത് വന്ന് കഴിക്കുന്ന അശകം കൊതുകായിട്ട് ജനിച്ചാലും, ഒരു പശുവായാലും, ഒരേത് ശരീരത്തിലിരിക്കുന്നു എന്നുള്ളതല്ല, മനസ്സ് സദാ ത്വൽപാദാബ്ജസ്മരണ, സദാ ത്വൽപാദാബ്ജസ്മരണ. ആചാര്യസ്വാമികൾ പറയാണ്, ഏത് ശരീരം ഏത് കുലത്തിൽ ആരായി ജനിച്ചു അതൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് ഇവിടെ സദാ ത്വൽപാദാബ്ജസ്മരണ ഉണ്ടാക്കിയെടുക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിലൂടെ നമ്മളെ ആവർത്തിച്ചു പറയുന്നു. പിന്നീട് ഗണേശതത്വം. ഗണേശതത്വം എന്ന് പറയുന്ന സമയമായോ? വായിച്ചൊന്നുമില്ല കേട്ടോ. ഗണേശതത്വം ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഈ ഗണേശനെ കുറിച്ച് അല്ലേ. കൊച്ചിയിലൊക്കെ ഗണേശോത്സവം, അതായത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ടൊക്കെ ഗണേശോത്സവം നടക്കും. ഗണപതിയുടെ പല ഭാവത്തിൽ മൃദംഗം കൊട്ടുന്നതും ഹാർമോണിയം വായിക്കുന്നതും നാഗസ്വരം വായിക്കുന്നതും തപസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഗണപതിയുടെ വലിയ വിഗ്രഹം ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ്. എന്നിട്ട് സന്ധ്യയ്ക്ക് നമുക്ക് ആരതിയുണ്ട്, നമ്മുടെ കയ്യിലും തരും ദീപം, ഫ്രീ ആട്ടോ. എന്നിട്ട് നമുക്കും അവിടെ സ്റ്റേജിൽ ആരതി നടക്കുമ്പോൾ നമുക്കും സദസ്സിൽ നിന്ന് ആരതി ഒഴിയാം. ഇങ്ങനെ കുറേ ദിവസത്തെ ആഘോഷം കഴിഞ്ഞിട്ട് വാദ്യഘോഷത്തോടുകൂടി ഈ യജ്ഞവേദിയിലിരിക്കുന്ന വലിയ ഗണപതിയെയും എടുത്തുകൊണ്ട് വലിയ ലോറി പോലുള്ള വലിയ വാഹനത്തിൽ വെച്ചുകൊണ്ട് കടൽ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് നിമജ്ജനം ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു, അല്ലോ ഗുരുവായൂരപ്പ ഇത്രയും ദിവസം സ്റ്റേജിലിരുന്ന് പൂജിച്ചതാണ്, എന്നിട്ട് ഇന്നിതാ കൊണ്ടുവന്ന് സമുദ്രത്തിൽ ഒഴുക്കി.
ഇത്തവണത്തെ ഗണേശോത്സവം കഴിഞ്ഞ് ആ ഘോഷയാത്രത്തിൽ പോയി ഗണപതി ഒഴുക്കി വന്നിട്ട് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാവരും കുട്ടികളാട്ടോ, 93 വയസ്സായാലും 96 ഒക്കെ എൻ്റെ കുട്ടികളാട്ടോ. പ്രസവിച്ചെങ്കിൽ മാത്രമേ അമ്മയാവൂ എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പ്രസവിച്ച 2 മക്കൾ മാത്രമല്ല, ഒരുപാട് ഭക്തജനങ്ങൾ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളായിട്ട് ഞാൻ മോനെ എന്ന് വിളിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. ഏതായാലും അങ്ങനെ ഒരു കുട്ടി അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഉഷാജി, അല്ല ഈ ഇത്രയും ദിവസം ആരാധനയോടെ ആരാധിച്ച് നിവേദ്യവും കൊടുത്ത് പുഷ്പാലങ്കാരവും ചെയ്ത് പട്ടുവസ്ത്രമായിട്ട് ഓരോ ദിവസവും 5 നേരം വസ്ത്രം മാറുന്നു. കാരണം ഗുജറാത്തീസിനൊക്കെ ഇഷ്ടം പോലെ അതിലങ്ങ് അവർ എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണണം, അനുഭവിക്കണം. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇത്രയും ദിവസം പൂജിച്ചത് കൊണ്ട് നിമജ്ജനം ചെയ്യുമ്പോൾ എന്താണിതിൻ്റെ തത്വം? ഞാൻ കുറച്ച് നേരം നോക്കി. അല്ല, നിങ്ങളൊക്കെ ജനിച്ചത് കൊച്ചിയിൽ തന്നെയാണ് അല്ലേ? എത്രയോ വർഷമായി നിങ്ങൾ ഈ ഗണേശോത്സവം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണിതിൻ്റെ തത്വം? എന്തോ മുമ്പേ പോകുന്ന ഗോവുതൻ്റെ പിൻകെ വമിക്കുന്ന ഗോക്കളല്ല, ഒന്നും അറിഞ്ഞൂടാ. എന്നാൽ അവിടെ പഞ്ചഭൂത സിദ്ധാന്തമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും എവിടെ നിന്നാണ് വന്നത്? വീട്ടിൽ നിന്നാന്ന് പറയാം അല്ലേ? വീട്ടിൽ നിന്നാണ്. അതല്ല ചോദ്യം. ഭൂമിയിലേക്ക് എവിടുന്ന് വന്നു അല്ലേ? പഞ്ചഭൂതം ഏതൊക്കെയാ പഞ്ചഭൂതം? ഭാഗവതം പഠിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണല്ലോ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂത പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടായത്. അതാണ് പഞ്ചഭൂത സിദ്ധാന്തം. അക്ഷരം ക്ഷയിക്കാത്തത്, നശിക്കാത്തത്. അക്ഷരത്തിൽ നിന്ന് ഖം, ശബ്ദം എന്ന ഗുണത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിൽ നിന്നും സ്പർശം എന്ന ഗുണത്തോടുകൂടി വായു ഉണ്ടായി. വായുവിൽ നിന്ന് രസം എന്ന ഗുണത്തോടുകൂടിയാണ് ജലം. രൂപം എന്ന ഗുണത്തോടുകൂടി അഗ്നി. ഗന്ധത്തിലൂടെയാണ് ഭൂമി. ഗന്ധമെന്ന ഗുണം ഭൂമി ആണല്ലോ. എന്നാൽ ഈ പഞ്ചഭൂത തത്വത്തിലൂടെ, പഞ്ചീകരണ പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരമുണ്ടായി. ഈ മനുഷ്യ ശരീരത്തിൽ, അതായത് ഓരോ ജീവരാശികളിലും ഈ പഞ്ചഭൂത തത്വം എന്നുമുണ്ട്. അതെങ്ങനെ ചേച്ചി? ഈ ആകാശവും ഭൂമിയും ജലവും രസവും അഗ്നിയും, നമ്മുടെ ഉള്ളിലെ ആഹാരത്തെ ദഹിപ്പിക്കുന്ന ആരാ? ജഠരാഗ്നിയാണ് അല്ലേ? ഇങ്ങനെ ഓരോന്നും, വായുവും ജലവും എല്ലാം, അത് പറഞ്ഞു വരാം. അതായത് ഈ പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലവും അതിൻ്റെ കൂടെ ബ്രഹ്മവും ചേർന്ന് 6 ചക്രങ്ങൾ, അതിനെ ഷഡാധാര ചക്രം എന്നറിയപ്പെടും. ഈ ഷഡാധാര ചക്രം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നട്ടലിൻ്റെ മധ്യഭാഗത്തൂടി സുഷുപ്നാ നാഡിയിലാണ് ഈ 6 ചക്രങ്ങൾ അഥവാ ഷഡാധാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഷഡാധാരങ്ങളിൽ ഒന്നാമത്തേതാ? മൂലാധാരം. ഈ മൂലാധാരം എന്ന് പറയുന്നത് ഭൂമി തത്വമാണ്. അടുത്തത് സ്വാധിഷ്ഠാനം, അത് അഗ്നിതത്വമാണ്. അടുത്തെന്താ? മണിപൂരം, അത് ജലതത്വമാണ്. അടുത്തെന്താ? അനാഹത ചക്രം, വായു തത്വമാണ്. അടുത്തത് വിശുദ്ധി ചക്രം, ആകാശതത്വമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ 5ഉം ഈ 5 ചക്രങ്ങൾക്ക് ആധാരമായി. 6ാമത് ആജ്ഞാചക്രം, അത് നമ്മുടെ ഭ്രൂമധ്യത്തിൽ, 2 പിരിയത്തിൻ്റെ നടുക്കായിട്ട് ഭ്രൂമധ്യത്തിൽ പരമാത്മസ്വരൂപമായി വിളങ്ങുന്നു. അപ്പോൾ ഈ ഷഡാധാരങ്ങളും കടന്ന്, അതായത് ഒരു കുണ്ടലിനി ശക്തി, യോഗശാസ്ത്രപ്രകാരം കുണ്ടലിനി ശക്തി 3 ചുറ്റുള്ള ഒരു സർപ്പത്തെ പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന സർപ്പം വല്ല വിഷം ചീറ്റുമോ? ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്തെങ്കിലും ചെയ്യുമോ? ഇല്ലല്ലോ. എന്നാൽ അതുപോലെ ഈ ഇങ്ങനെ ഉറക്കം തൂങ്ങി വെളുക്കുമ്പോൾ എണീക്കണം, കുളിക്കണം, ആഹാരം കഴിക്കണം, ഉറങ്ങണം, അല്ല TV കാണണം, പത്രം വായിക്കണം, ഇങ്ങനെ ഇതുമായിട്ട് മാത്രം ഇരുന്ന ഈ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ പോലെ, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ പോലെ അവിടെ കിടക്കും. പക്ഷേ നമ്മൾ ഗണപതി ഉപാസനയിലൂടെ, കാരണം ഗണപതി എന്ന് പറയുന്നത് ഈ മൂലാധാരത്തിൽ ഭൂമിയോടൊപ്പം വസിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഒപ്പം തന്നെ ആണ് ഗണപതി വസിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യം പൂജിക്കേണ്ടത്
ആരെയാണ്? ഗണപതിയാണ് പൂജിക്കേണ്ടത്. അതുപോലെ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ പറയുന്നത്, ഭൂമിയുടെ സംരക്ഷണം പറയുന്നത് എന്താ? ആരെയാണ്? പാർവതീദേവിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ അനേകം വൃക്ഷലതാദികൾ, സസ്യജാലങ്ങൾ, ഇതിലൂടെ ഒക്കെ കൂടെ ഫലമൂലാദികൾ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നത് ഈ പാർവതീദേവിയാണ് എന്ന ഭാവത്തോടുകൂടി ഭൂമി മാതാവായ പാർവതീദേവിയെ ഋഷീശ്വരന്മാർ കാണുന്നു. അപ്പം പഞ്ചഭൂത തത്വത്തിൽ മൂലാധാരത്തിൽ ഭൂമി തത്വം കുടികൊള്ളുന്നു. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും ആദ്യം ഗണപതിയെ പൂജിക്കണം. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും അറിവിൻ്റെ ഉറവിടമാണ്, അല്ലെങ്കിൽ അറിവിൻ്റെ സ്രോതസ്സാണ് എന്ത്? ഗണപതി. നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ നശിപ്പിച്ച്, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിച്ച് പ്രകാശപൂരിതമായ ജ്ഞാനത്തെ പ്രകാശം ചെയ്യുന്നു ഗണപതി. അപ്പോൾ ആ ഗണപതി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എത്ര? ബാക്കി തന്നെ ഉണ്ടല്ലേ. പഞ്ചേന്ദ്രിയങ്ങൾ 5-നെയും കർമ്മേന്ദ്രിയങ്ങൾ 5-നെയും മനസ്സ് 11 തത്വം, ഈ 11 തത്വത്തിനും ആധാരമായി ശോഭിക്കുന്നത് ഗണപതിയാണ്. അങ്ങനെ ഗണപതി ഉപാസനയിലൂടെ നമ്മുടെ ഓരോ ജീവൻ്റെ ഉള്ളിലും 72,000 നാഡീ വ്യൂഹങ്ങൾ, അതായത് നാഡീ ഗണങ്ങളുണ്ട്. അങ്ങനെ ഗണപതി എന്ന് വെച്ചാൽ മന്ത്രങ്ങളുടെ ഗണം വെച്ചാൽ കൂട്ടം, അല്ലെ നമ്മൾ നക്ഷത്ര ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് പോലെ ഈ ഗണപതി എന്ന വാക്കിൽ ഗണം കൂട്ടം. അപ്പോൾ ഈ നാഡീവ്യൂഹങ്ങളിൽ 72,000 നാഡീവ്യൂഹങ്ങളുടെ ഒരു കൂട്ടം, അത് ഗണപതി അതിനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മജ്ഞാനം ഉണർന്നു പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ 72 നാഡീ ഞരമ്പുകളും നമുക്ക് അനുകൂലമായിട്ട് വർത്തിക്കണം. എനിക്ക് എണീറ്റു പൂജാമുറി വിളക്ക് കൊളുത്തണം, ഭാഗവതം വായിക്കണം, അല്ലെ ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചാൽ അതിന് അയ്യോ എനിക്ക് തലവേദനയാണ്, എനിക്ക് നടുവിന് വേദന, എനിക്ക് നട്ടല് വയ്യ, കാല് വയ്യമ്മനെ പറ്റുമോ? അപ്പം നമുക്ക് ഈ സൂക്ഷ്മ ശരീരത്തിന് സ്ഥൂല രൂപം കൊടുത്തുകൊണ്ട്, ഇതാണ് സ്ഥൂല രൂപം അല്ലേ, സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മജ്യോതിസിനെ പ്രകാശിപ്പിച്ച് ഉള്ളിൽ അനുഭവവേദ്യമാക്കുക. അതായത് മുമ്പേ പറഞ്ഞതുപോലെ ഈ മൂലാധാരത്തിൽ താഴെ കിടക്കുന്ന കുണ്ടലിനി ശക്തി, ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഗണപതി ഉപാസനയിലൂടെ മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിലേക്കും, അനാഥചക്രത്തിലേക്ക്, വിശുദ്ധി ചക്രത്തിലേക്ക്, ആജ്ഞചക്രത്തിൽ നിന്നും ഉയർത്തി ശിരസിലെത്തുമ്പോൾ സഹസ്രദള പത്മം, 1000 ദളങ്ങളുള്ള ഒരു പത്മം. 1000 ദളങ്ങളുള്ള പത്മത്തിൻ്റെ നടുക്ക് 8 ദളം, അഷ്ടദള പത്മം എന്ന് പറയും. ആ അഷ്ടദളത്തിൻ്റെ നടുക്ക് സാക്ഷാൽ സദാശിവൻ പരബ്രഹ്മ സ്വരൂപമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ജീവാത്മാവ് പരമാത്മാവുമായി ചേർന്ന് ശിവാനന്ദലഹരി, ശിവ ഓഹം ശിവോഹം ശിവോഹം, ഞാൻ ശിവമാണ് എന്ന ഉള്ള ഭാവത്തിലേക്ക് ഒരു ജീവനെ ഉയർത്തണം എങ്കിൽ എന്തു വേണം? ഗണപതി ഉപാസന കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭാഗവതമോ നാരായണീയമോ അല്ല എന്ത് വേണേ ആവട്ടെ, സൗന്ദര്യലഹരിയോ ശിവാനന്ദയോ ഒക്കെ പൂജിച്ചു വാങ്ങും. ഇല്ലത്തൂന്ന് ഇറങ്ങിയോ? ഇറങ്ങി. അമ്മാത്തെ എത്തിയോ? എന്തേ? ഗണപതി ഉപാസനയില്ല. അപ്പോൾ ഗുരുക്കന്മാരെത്ര അറിവുള്ളവരായാലും നമ്മളിലേക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്താലും അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും നമ്മളാലാവുന്നത് സമൂഹത്തിനും കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? ഒരു ആത്മജ്ഞാനി അല്ലെങ്കിൽ ഒരു ഭക്തൻ ഗണപതി ഉപാസന ചെയ്തിരിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ എന്തായി? കുടത്തിലെ ദീപം പോലെ രാവിലെ കൊളുത്തിവെച്ചു. അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല ഉദാഹരണം എന്താണ്? രാവിലെ 5 മണിക്ക് കിണറ്റിൽ നിന്ന് ഞാൻ വെള്ളം കോരി കുടത്തിൽ ഒഴിച്ചു. രാവിലെ 5 മണിക്ക് തൊട്ട് കോരുക, വൈകിട്ട് 5 മണി വരെ കോരി. അപ്പോഴാണ് ഒരാൾ വന്ന് ദാഹിക്കുമ്പോൾ വെള്ളം ചോദിക്കുന്നത്. എന്തേ? കുടം കാമത്ത് വെള്ളം കോരാനല്ലേ പറഞ്ഞുള്ളൂ, നിവർത്തി വെക്കാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഓട്ടയുള്ള കുടമായിപ്പോയി. അപ്പോൾ ഉപാസന അല്ലെ ഭാഗവതം കിട്ടിയിട്ട് വർഷങ്ങളായി, പക്ഷേ നമുക്കൊരാളെ പറഞ്ഞു കൊടുക്കാനായോ? അപ്പോൾ അതുകൊണ്ട് ഗുരുക്കന്മാരിൽ നിന്നും
ഒരു സാധകൻ ഏത് വിദ്യ ആവട്ടെ, ഭാഗവതം എന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, സംഗീതമാവട്ടെ, ഏത് വിദ്യ ആവട്ടെ, ഇനിയും ആത്മീയമായും ഭൗതികമായ വിദ്യാഭ്യാസമാവട്ടെ, എത്രയെത്ര വിദ്യ അഭ്യസിച്ച എഡ്യൂക്കേഷനായിട്ടുള്ള ആൾക്കാർ സർട്ടിഫിക്കറ്റ് തലവണക്കിഴി വെച്ച് വെറുതെ ഇരിക്കുന്നു. അതെന്തുകൊണ്ട്? കിട്ടിയ അറിവിനെ കൊടുക്കുന്തോറുമേറിടും. കൊടുക്കുന്തോറുമേറിടുന്നത് വിദ്യ. എന്തും അങ്ങനെ തന്നെയാണ്, വിദ്യ മാത്രമല്ല. കൊടുക്കുന്തോറുമേറിടും. എപ്പോഴും കൊടുക്കുന്തോറും മരിച്ചാലും മേന്മ നശിച്ചിടാത്ത ഒന്ന് അറിവാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനം അറിവാണ്. ആ അറിവും ആരോഗ്യവും അത് നമുക്കും സമൂഹ നന്മയ്ക്കുമായിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ഭക്തനായിട്ട് മാറുക. ഭക്തൻ എന്ന വാക്കിന് ഭക്തം ചോറ് എന്നും പറയാം, ഭക്തി എന്നും പറയാം. ഭക്തി ഉള്ളവർക്ക് മാത്രമേ മറ്റൊരാളുടെ കണ്ണീര് കണ്ടാൽ, ഒരു വിശക്കുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ, ഭക്തം ചോറ് കയ്യിലുണ്ടെങ്കിലേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. ഭക്തി ചോദിച്ചാൽ കൊടുക്കാൻ കഴിയണമെങ്കിലും നമ്മുടെ കയ്യിൽ ഭക്തി ഉണ്ടാവണം. അപ്പം അതാണ് ഗണേശ തത്വത്തിലൂടെ പഞ്ചഭൂത സിദ്ധാന്തം. അത് ക്ഷേത്രങ്ങളിലും ഒക്കെ ഉണ്ടത് കേട്ടോ. അപ്പം ഈ പ്രപഞ്ചത്തിലെ ആ പഞ്ചഭൂത സിദ്ധാന്തം നമ്മുടെ ശരീരത്തിൽ അനുഭവിപ്പിക്കുന്ന പ്രഥമ ഗണനീയനായ ദേവനാണ് സാക്ഷാൽ ഗണേശൻ എന്ന് ആരും മറക്കാതിരിക്കുക. 16 17 മണ്ഡലകാലം തുടങ്ങിയാണ്, നവംബർ 16 തോന്നുന്നത്. ഇനി ചിലയിടത്ത് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം മണ്ഡലകാലം തുടങ്ങിയാൽ അല്ലേ, അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുമ്പോഴും ഗണപതിക്ക് എടുത്തു വയ്ക്കാമെന്നൊരു ചടങ്ങില്ലേ. ഗണപതി ഉപാസന ഉള്ളവരായിരിക്കും സദസ്സിലിരിക്കുന്നവർ, അല്ലാത്തവർ ഗണപതിയെ വന്ദിച്ച് ഗണപതിക്ക് ഒരു ഉപാസന തുടങ്ങുക. കാരണം ആദി പരബ്രഹ്മമാണ്. അതായത് പറഞ്ഞല്ലോ, ജീവജാലങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പാർവതീ പരമേശ്വരന്മാർ ഭൂമിയിലേക്ക് ആനയായിട്ട് വന്നു എന്ന് പറഞ്ഞു, മറന്നുപോയോ? ഇല്ലല്ലോ, അതിനി കടിപ്പിക്കാം ഇവിടെ. അപ്പം ജീവജാലങ്ങൾക്ക് അപ്പം നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ചിട്ടാണ്, അവരുടെ നേരത്തെ പൂർവ്വ നിശ്ചയം അനുസരിച്ചിട്ടാണ് ആനയായിട്ട് ഇവിടെ വന്നത്. പാർവതീദേവിക്ക് അറിയാം ഒരു ആന ഒരിക്കലും ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നും. പക്ഷേ അവർ രണ്ടുപേരും കൂടെ, അതായത് ഈ പ്രപഞ്ചത്തിലെ ഒരു മഹായോഗികൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിധത്തിലുള്ള അത്ഭുതമായ ലീലകൾ ആറാടിയ പരാശക്തി സാക്ഷാൽ ജഗദംബിക, ആ അമ്മ തൻ്റെ ചൈതന്യവും തൻ്റെ തേജസ്സും അതുപോലെ എല്ലാ ജീവരാശികളിലും നിറഞ്ഞിരിക്കുന്നതായ ചൈതന്യവും കൂടെ ചേർത്ത് ഒരു പൂർണ്ണ തത്വസ്വരൂപനായ പുത്രനെ സൃഷ്ടിച്ചു. അതാണ് ഉണ്ണിഗണപതി പരബ്രഹ്മമൂർത്തി. അപ്പോൾ ഞാൻ അഖില ഭാരത സത്രം 40ാമത്തെ സത്രം ഞങ്ങളുടെ നാട്ടിൽ തിരുവല്ലയിലായിരുന്നു. അന്ന് ഭാഗവതത്തിലെ സമർപ്പണ അധ്യായമാണ് തന്നത്. അന്ന് ബോംബെയിലായിരുന്നു രണ്ടാമത്തെ മകൻ. വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ബോംബെ എന്നൊരു ഗണപതിയെ കൊണ്ടു തന്നു, ഗണപതി ഫോട്ടോ. അപ്പോൾ അടുത്തത് എനിക്കിനിയും ഗണപതിയാണ് വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടു. അപ്പോൾ അങ്ങനെ ആ പൂർവ്വ നിശ്ചയപ്രകാരം പാർവതീ പരമേശ്വരന്മാരെ പരബ്രഹ്മ ചൈതന്യം തന്നെയാണ്, അല്ലെ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഗണപതിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ശിരസൊക്കെ വെച്ച് അനുഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താ ഇനി ചിങ്ങമാസത്തിൽ, അതായത് സംസ്കൃതത്തിൽ പറഞ്ഞ ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി വിനായക ചതുർത്ഥിയായിട്ട് ഗണേശൻ്റെ ജന്മദിനമായിട്ട് കൊണ്ടാടും. മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലത്തിലൊക്കെ തിഥിയാണെന്നോ. നമ്മുടെ ഇവിടെ അഷ്ടമി രോഹിണി അല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിനാണ് നമ്മൾ നാള് സ്റ്റാർ നക്ഷത്ര കണക്കിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ അവിടെ നോർത്തിലോട്ടൊക്കെ തിഥി കണക്കിനാണ്. അതാണ് ചതുർത്ഥി. അവിടെ അഷ്ടമി, ജന്മാഷ്ടമിക്കാണ് പ്രാധാന്യം, നമ്മൾ അഷ്ടമി രോഹിണിക്കാണ്. അങ്ങനെ ആ ഗണേശൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് ഈ അറിവിൻ്റെ ഉറവിടമായ ഗണപതിയെയാണ് മഹാഗണേശൻ നമ്മുടെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു കുഞ്ഞിന് വിദ്യാരംഭം. അപ്പോൾ അതും 1-2 പേര് സംശയം ചോദിച്ചു. ഇത്തവണത്തെ എഴുത്തിനിടത്തിനും വന്ന സംശയമാണ്, കുട്ടികളുടെ വായിൽ ഓ അല്ലേ എഴുതേണ്ടതെന്ന്. അല്ല. എന്തുകൊണ്ട്? ഇതാചരിച്ചു വന്ന് ഗൂഗിളിൽ നോക്കിയും മറ്റേതിൽ സെർച്ച് നോക്കിയിട്ടുമൊന്നുമല്ല. പൂർവികരായ പരമ്പരാഗതമായി ആചാരാനുഷ്ഠാനങ്ങളോട് ചെയ്ത മുത്തശ്ശനും അച്ഛനും
സഹോദരങ്ങളും ചെയ്തു വന്ന പിന്നുള്ള ജ്യോത്സ്യ ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരിക്കുന്നു, ഹരി ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു എന്ന് വേണം എഴുതാൻ. എന്നിട്ട് മോതിരം കൊണ്ടാണ്, സ്വർണം കൊണ്ടാണ്. സ്വർണം കൊണ്ട് എന്താ, വെള്ളി പോരെ എന്ന് ചോദിക്കും, അല്ലെ ഇരുമ്പ് കൊണ്ട് പോരെ? അല്ല, സ്വർണത്തിൻ്റെ അസത്യത്തെ സൂചിപ്പിക്കുന്നു സ്വർണം. തേന് മുക്കി വേണമെന്ന്, വേണം, തേൻ മധുരത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് കുഞ്ഞിൻ്റെ നാവിൽ എഴുതിക്കുമ്പോൾ അപ്പോൾ ഒരാളുടെ ചോദ്യം, അല്ല ചോദ്യങ്ങളല്ലേ ഉള്ളൂ അല്ലേ, ഹരി എന്ന് ഒന്നിച്ചെഴുതണോ? ഒന്നിച്ചെഴുതാമോ? ഹ എഴുതി അടുത്തപ്പോൾ എഴുത്തിനിരുത്തുന്ന അവസരത്തിൽ അടുത്ത് നമുക്ക് ഒരു ശുദ്ധ ജലം ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ വെച്ചാൽ ഹ എഴുതിക്കാം. ഹ എഴുതിച്ചു കഴിഞ്ഞാൽ ആ മോതിരം വെള്ളത്തിൽ മുക്കിയ ശേഷം രീ ഹരി എന്നെഴുതാം. അപ്പോൾ അല്ല, കുഞ്ഞിൻ്റെ നാവിലെഴുതിയപ്പോൾ അശുദ്ധി വന്നില്ലേ എന്ന്? സ്വർണത്തിന് ഓരോ ദ്രവ്യത്തിനും അല്ലെ ഓരോന്നിനും ഓരോ ശുദ്ധിയാണ്. സ്വർണത്തിന് വെള്ളത്തിൽ കഴിയാൽ ശുദ്ധിയായി. എത്രയോ അശുദ്ധിയുള്ള കാര്യങ്ങൾ കുളത്തിൽ താത്തു മുക്കിയിട്ടാണ് നമ്മളെ ഇല്ലത്തൊക്കെ പൂജയ്ക്ക് എടുക്കുന്നത്, പൂവായാലും മറ്റ് ദ്രവ്യങ്ങളൊക്കെ തന്നെ അല്ലേ. നമ്മുടെ റാവൽജി ഉദ്ഘാടനത്തിന് വന്നു, ബദരി റാവൽജി അല്ലേ, ഈശ്വരപ്രസാദ്ജി. ഈശ്വരി നമ്മൾ ചോദിക്കൂ, നമ്മളിവിടെ ആണെങ്കിൽ ചെരുപ്പ് ഇത്ര ദൂരെ ഇട്ടിട്ടേ കയറുകയുള്ളൂ, ബദരിയിൽ എങ്ങനെയാണെന്ന് ചോദിക്കൂ. അതുപോലെ ഉടുപ്പ് ഷർട്ടും ബനിയനും ഊരി വെച്ചിട്ടെന്നൊക്കെ ഇവിടെ എഴുതി വയ്ക്കും നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ഹിമാലയത്തിൽ എങ്ങനെയാണെന്ന് നോക്കൂ, അവിടുത്തെ തണുപ്പിനെ അതിജീവിക്കാൻ അതേ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ആചാര അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പോൾ സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് വെള്ളം ഒരു നാവിൽ എഴുതി ഒരക്ഷരം എഴുതി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കിയാൽ സ്വർണം ശുദ്ധിയായി. ഇവിടെ ഹരി ശ്രീ ഗണപതിയെ നമ എന്തുകൊണ്ട് എഴുതിക്കുന്നു എന്ന ചിലരുടെ ചോദ്യത്തിന്, കാരണം ഗണേശനെക്കുറിച്ചാണ് ഇന്ന് പറയേണ്ട വിഷയം കൊണ്ട് സമയമായോ? ഇവിടെ ആചാര്യന്മാർ ആയോ? അല്ല, ആചാര്യന്മാരെ കണ്ടേ അംബിക അവരുടെ സമയം. ഹരി അതായത് കടവയാദി സംഖ്യപ്രകാരം, ജ്യോതിഷത്തിലെ കടവയാദി സംഖ്യപ്രകാരം ഹ എന്ന അക്ഷരത്തിന് 8 എന്നാണ് സംഖ്യ. ര 2, അപ്പോൾ എത്രയായി? 82. നമ്മൾ സാധാരണ വലത്തോട്ട് എഴുതും ഇല്ലേ. ഹ 8 ര 2 82 വലത്തോട്ടാണ് എല്ലാവരും അക്ഷരം എഴുതുന്നത്. എന്നാൽ കടവയാദി സംഖ്യപ്രകാരം അത് നമ്മൾ ഇടത്തോട്ട് വായിക്കും. 82 എന്നുള്ളത് തിരിച്ചിടുമ്പോൾ എത്രയായി? 28ആയി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഹരി എന്ന വാക്കിൻ്റെ സംഖ്യ 28. ശരിയാണല്ലോ അല്ലേ. അടുത്തത് എന്താ? ഹരി കഴിഞ്ഞാൽ ശ്രീ. ശ്രീ എന്ന വാക്ക് നമ്മുടെ ജന്മജന്മാന്തരങ്ങളുള്ള പാപത്തെ ഹരി നശിപ്പിച്ചിട്ട് ശ്രീ ജ്ഞാനത്തെയും വിശ്വാനത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു. ശ്രീമതി, ഓരോരുത്തരുടെ പേരിൻ്റെ അടുത്ത് ശ്രീ, ശ്രീമതി അല്ലേ. അപ്പോൾ ശ്രീ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു, അതാണ് ശ്രീ. അത് 2 അതിൻ്റെ സംഖ്യ. പിന്നീട് ഗ 3, ണ 5, പ 1, താഴയുടെ സംഖ്യ 6, എ 1, ന 0, മ 5. അപ്പോൾ നമ്മൾ വലത്തോട്ട് എഴുതുമ്പം 235, 16, 15 എന്ന് വരും. ഇത് തിരിച്ചിടുമ്പോൾ 51, 61, 532 എന്ന് വായിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 23. അപ്പം ആദ്യം പറഞ്ഞ ഹരിയുടെ 28ഉം ഈ 20, എനിക്ക് കണക്കിന് പുറകില്ല, അതുകൊണ്ട് നിങ്ങൾ പറയണം. 28ഉം 23ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ശരിയാണ് അല്ലേ. പള്ളിപ്പാട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ. ശരി. അല്ല, ഇവിടെ ടീച്ചർമാരും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കണക്കിന് തീരെ പോക്കാം. അപ്പം 28 + 23 51 കിട്ടുമേ. കിട്ടുമല്ലോ. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഹിക്കൊമ്പത്തമ്പോട് പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽ താർബാണടംബ പ്രശമന സുഹൃതോ പാർത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നെൻ കഴലിണവലയാദീശ്വരി വിശ്വനാഥേ. ആരെയാ? 51 അക്ഷരം ആ പാർവതീദേവിയുടെ ശരീരത്തിൽ കിടക്കുന്ന മുത്തുമാലകളുടെ എണ്ണമായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ അനേകം ആൾക്കാരെ കൊന്നിട്ട് തലയോട്ടിയുണ്ട് അല്ലേ, ആ തലയോട്ടിയുടെ എണ്ണമായിട്ട് പറയുന്നു. എന്തു വേണേ പറയട്ടെ, 51 എന്ന് കിട്ടിയല്ലോ. നമ്മളാരും കണ്ടുപിടിച്ചതല്ല. അപ്പോൾ ഏതാണ് ആദ്യം എഴുതേണ്ടത്?
അക്ഷരം കുറിക്കുന്ന നാവിൽ ഹരി ശ്രീ ഗണപതി നമ അവിഘ്നമസ്തു എന്ന് തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതും എൻ്റെ നേരെ ഒരുപാട് വന്ന ചോദ്യത്തിൻ്റെ സംശയം ഇവിടെ പറഞ്ഞെങ്കിലേ എൻ്റെ ഗണപതി ഉണ്ണി സന്തോഷിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ്, ആരെയും ബോർബടിപ്പിക്കാനല്ല കണക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി 51 ശക്തിപീഠങ്ങൾ. അതിൽ മഹാരാഷ്ട്രയിലെ ദേവിയുടെ കണ്ണ് വീണ ശക്തിപീഠമായിട്ട് പറയപ്പെടുന്നു ചെങ്ങന്നൂർ അല്ലേ. നമ്മുടെ കടസനീലവനയുടെ കുലപരദേവതയാണ് മഹാദേവനും പാർവതീദേവി. അതാച്ച പാർവതീദേവിയായി പിതാദേവോ മഹേശ്വരനായിട്ട് നമ ശിവാഭ്യം നവയൗവനാഭ്യം പരസ്പരാശിഷ്ടവൃദ്ധരാഭ്യം നഗേന്ദ്രകന്യാം വിഷകേതനാഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യം. അങ്ങനെ കിഴക്കോട്ട് ചെങ്ങന്നൂർ മഹാദേവനും പടിഞ്ഞാറ് പാർവതീദേവിയുമായി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ചെങ്ങന്നൂരിൻ്റെ മാഹാത്മ്യം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോഴും അമ്മയുടെ തൃപ്പൂത്താറാട്ട് വളരെ പ്രാധാന്യം. കാരണം അമ്മയുടെ യോനീഭാഗം ദക്ഷയാഗത്തിലൂടെ സതീദേവി ശരീരം ഉപേക്ഷിച്ചപ്പോൾ ആ ശരീരം കൊണ്ട് മഹാദേവൻ അങ്ങനെ താണ്ഡവമാടി മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയുടെ ശരീരഭാഗങ്ങളെ സതീദേവിയുടെ ഭാഗങ്ങളെ അനേകം ഖണ്ഡങ്ങളായി വെച്ചപ്പോൾ യോനീഭാഗം വീണ സ്ഥലമാണ് ചെങ്ങന്നൂർ. അതുകൊണ്ടാണ് അവിടെ തൃപ്പൂത്താറാട്ടിന് വളരെയധികം ആ മഹത്വമൊന്നും നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സത്യത്തിൽ അവർണ്ണനീയം വർണ്ണനാതീതം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് ആ ശക്തിപീഠത്തിൻ്റെ ഓർമ്മയ്ക്കായിക്കൊണ്ട് ആണ് ഹരിശ്രീ ഗണപതി നമ്മുടെ അക്ഷരം. അപ്പോൾ അവിടെ മഹാലക്ഷ്മിയും വിദ്യാസ്വരൂപിണിയും ഒക്കെ അവിടെ വന്നു ആ ശ്ലോകത്തിലൂടെ. പിന്നെ ആനയുടെ ശിരസ് എന്തുകൊണ്ട് വച്ചു? ആന എന്ന് പറയുന്നത് ബുദ്ധിജീവിയാണ്. അറിവില്ലാത്തത് കൊണ്ട് അച്ഛനെ തടഞ്ഞു. സ്വന്തം മകനാണെങ്കിൽ പോലും തെറ്റു ചെയ്താൽ മഹാദേവനാണ് ലോകനാഥനാണെന്ന് വിചാരിക്കില്ല. തൻ്റെ മകൻ തെറ്റ് ചെയ്താൽ തൻ്റെ മകൻ്റെയും കൊല്ലാനും ഞാൻ മടിക്കില്ല എന്ന് കാണിച്ചു മഹാദേവൻ ചിരസർക്കലിലൂടെ. ആനയെ കൊണ്ടുവന്നു, ആനയുടെ ബുദ്ധിജീവി. കാരണം ഗണപതി വിവാഹം കഴിച്ചത് ബുദ്ധിസിദ്ധി എന്ന് പറഞ്ഞു. എന്താണ്? ഗണപതി ഉപാസനയിലൂടെ നമ്മൾ നേടേണ്ടതാണ് ബുദ്ധിയും സിദ്ധിയും. അപ്പോൾ ബുദ്ധിയിലൂടെ സിദ്ധി, നമുക്ക് ഐശ്വര്യങ്ങൾ ശരീരം വലുതാക്കാൻ ചെറുതാക്കാൻ വായുന്ന ശിവലിംഗം അങ്ങനെ പല സിദ്ധികൾ വേണേൽ വരാം. പക്ഷേ ഈ സിദ്ധികളും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് സന്ദർഭോചിതമായി സംയോജിതമായി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നത്. വിവേകം കൊണ്ട് യുക്തി കൊണ്ട് മുക്തിയിലേക്ക് മാറിയ ആളാണ് ഗണപതി. യുക്തിയിലൂടെ മുക്തിയിലേക്ക് മാറിയാൾ എന്ന് സൂചിപ്പിച്ചു ഗണപതിയുടെ തല വെച്ചതിലും ആ ബുദ്ധിസിദ്ധി ദേവതകളിലൂടെയും. പിന്നീട് ഉണ്ണിയുടെ വലിയ ചെവി, 2 മുറം പോലത്തെ ചെവി എന്ന് പറയില്ലേ. കണ്ണുവട്ടന്മാർ ചിലർ ആനയെ കാണാൻ പോയി, ചിലർ ചൂല് പോലെ എന്ന് പറഞ്ഞു, ചിലർ മുറം പോലെ, ചിലർ കാരണം കണ്ണ് കാണില്ല 5 പേർക്ക്. അവർ ഓരോ ഭാഗത്ത് ആനയുടെ പിടിച്ചത് 5ഉം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ആനയുടെ ചെവി ഇല്ലേ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ മുറം പോലെയാണ്, ചിലർ അരിപ്പ പോലെയാണ്. എന്താ മുറം പോലെ? മുറത്തിലിട്ട് അല്ലേ, നാട്ടിൻപുറമൊക്കെ ആകുമ്പോൾ നമ്മൾ നെല്ല് പാറ്റ്. എൻ്റെ മേളിലും പ്രായമുള്ളവർക്ക് മുറവും അരിപ്പയൊക്കെ മനസ്സിലാവും. ഇപ്പോഴത്തെ ഗൂഗിളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഈ മുറമെന്ന് പറഞ്ഞാൽ മുറത്തിലിട്ട് നമ്മൾ നെല്ലാവട്ടെ അരിയാവട്ടെ ഒക്കെ പാറ്റുക എന്നൊക്കെ പറയില്ലേ, പാറ്റും. അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള സങ്കല്പം. അങ്ങനെ പാറ്റുമ്പോൾ മുറത്തിനകത്ത് നല്ല നെല്ലാണെങ്കിൽ നെല്ലകത്തിരിക്കും, മങ്ക് ഉപയോഗമില്ലാത്തത് പുറത്തു പോകും. ഇനി അരിയാണെങ്കിൽ നല്ല അരി മുറത്തിലിരിക്കും, വെസ്റ്റ് താഴെ പോവും ആണല്ലോ മുറം. അപ്പം നല്ലതിനെ മുറം സ്വീകരിക്കുന്നു, ചീത്തയെ തള്ളിക്കളയുന്നു. എന്നാൽ അരിപ്പയോ? നമ്മളെല്ലാവരും രാവിലെ ചായ എടുക്കുന്ന അരിപ്പ. എന്തേ അരിപ്പയുടെ ജോലി എന്താ? അരിപ്പ എന്ന് വെച്ചാൽ ചായ അരിക്കുന്ന അരിപ്പ ആയാലും ഗോതമ്പൊടി അടഞ്ഞ അരിപ്പ, ഏത് അരിപ്പയായാലും അരിപ്പ തന്നെയാണ്. അരിപ്പയുടെ ജോലി ഇടഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ അത് വേറെ പാത്രത്തിൽ പോവും, അരിപ്പ വേസ്റ്റ് ഇരിക്കും. ചായയുടെ അരിപ്പയും കൊത്തും, അതല്ല എല്ലാവരും ചായ വെക്കുന്നവരല്ലേ. അപ്പോൾ ചായയുടെ അരിപ്പ് സ്ത്രീകൾക്കൂടെ മനസ്സിലാവാനാണ് ഇത്ര സിമ്പിളായിട്ട് പറയുന്നത്. തത്വങ്ങളിലേക്കൊക്കെ പോയാൽ ചിലർക്ക് ഓർക്കുന്നു, അപ്പം തന്നെ ഉറങ്ങുമോ ഉണ്ണാനായോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഈ അരിപ്പ പോലെയാണ്, മുറം പോലെയാണ്. അപ്പം എന്താ ഗണപതിയുടെ ഈ വികസിച്ച ചെവികളിലൂടെ? കാണേണ്ടതിനെ കാണുക, കേൾക്കേണ്ടതിനെ കേൾക്കുക. പൃഥുമഹാരാജാവ് പറയും 10,000 ചെവിയെന്ന്. അയ്യോ, ഒരു 2 ചെവിയായിട്ട് തന്നെ ബുദ്ധിമുട്ട്, അപ്പോഴാണ് ഇനി 10,000 ചെവി. അങ്ങനെയല്ല, എവിടെയൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അവസരങ്ങൾ കിട്ടുന്നുവോ അതിനെയൊക്കെ ശ്രദ്ധയോടെ, ഉഗ്രസ്രവസ് എന്ന് പറയും ഭാഗവതത്തിൽ, ഉഗ്രമായ സ്രവസ്, കേൾക്കേണ്ടതിനെ കേൾക്കുക. കാരണം
ഐ നോ യു വിൽ, സ്പീക്ക് നോ യു വിൽ, ഇയർ നോ യു വിൽ എന്നൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ടീച്ചർമാർ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ കേൾക്കേണ്ടതിനെ ഉൾക്കൊണ്ടാൽ ഇല്ല, സമയമില്ല എല്ലാവർക്കും. യേശുദാസിനും ലോ പ്രശസ്ത എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ അല്ലേ. ഇപ്പം രാശി ചന്ദ്രൻ്റെ സഞ്ചാരം കൊണ്ടാണ് നവരാത്രി 2 ദിവസം കൂടിപ്പോയത്, അല്ലെങ്കിൽ 9 ദിവസം തന്നെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഇത്തവണ രാശി 2 മണിക്കൂർ കൂടുതൽ 24 26 ഒരു തിഥി എടുത്തു എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സമയോചിതമായിട്ട് ഏത് മൂല്യമുള്ളതിന് നല്ലതിന് സമയം കണ്ടെത്തിയിട്ട് പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യാനോ മറ്റൊക്കെ അതിന് പോവുക. ആദ്യമേ യൂട്യൂബിലുണ്ട്, അയ്യോ ഒന്ന് കണ്ടു സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് നല്ല കാര്യത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കാരണം അതേ ശാശ്വതമായിട്ടിവിടെ ഉള്ളൂ. സനാതന ധർമ്മം എന്ന് വെച്ചാൽ ഒരിക്കലും നാശമില്ലാത്ത ധർമ്മം ഏതോ അതെന്നും ഇവിടെ നിലനിൽക്കുന്നത്. ബാക്കിയൊക്കെ ഇന്നുണ്ടായി നാളെ പോകും. സമ്പാദിച്ചതും വീടും ഇതോ കൊടുക്കുകയൊക്കെ ഇട്ട് പോകും. എത്രയോ മരണങ്ങൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ആ ചെവിയിലൂടെ കേൾക്കേണ്ടതിനെ കേൾക്കുക, തള്ളേണ്ടതിനെ തള്ളുക. മുറത്തിലൂടെയും ഇത് കാണിച്ചു. ഒറ്റക്കൊമ്പ് അദ്വൈത ചിന്തയാണ്. ഞാനും എൻ്റേതുമെന്നുള്ള മമത വിട്ട് അദ്വൈതമായ രണ്ടില്ലാത്തതെന്തോ അതാണ് അദ്വൈതം. ഒറ്റക്കൊമ്പ് കാണിച്ചു. പിന്നീട് കൊടവയറ്, വിശാലത. ഒരു ലഡ്ഡു കിട്ടി, അതങ്ങ് സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോട്ടോ, എൻ്റെ ഭർത്താവിന് 2 മക്കളും ഉണ്ട്, അവർക്ക് കൊടുക്കാം. അതോ ആ ലഡ്ഡു സദസ്സിൽ നിന്ന് 100 1000 അംശമായിട്ട് കൊടുക്കൂ, പ്രസാദമാണ്. ഭഗവാൻ എത്ര സന്തോഷിക്കുന്നു. വിശാലത, നമുക്കറിയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എന്തും പങ്കെടുക്കുക. വിശാലത. ഇത് കൂടാതെ ഒന്നുകൂടെ പഠിപ്പിച്ചു, അമിതമായ മധുരം. ഞാൻ പറഞ്ഞു ഞാനും ഒരു മധുരപ്രിയാണ്. മൈസൂർ പാവും ലഡ്ഡുവും കണ്ടാൽ പിന്നെ ചോറ് വേണ്ടാത്ത ആളാണ് ഞാൻ. അപ്പോൾ പ്രത്യേകിച്ചും ദീപാവലി, അയ്യോ എന്താ. അങ്ങനെ മധുരവും പാലും കൂടുതൽ കഴിച്ചാൽ വയറ് വീർക്കും, കൊടവയറ് വരും. എന്നിട്ട് എന്നെപ്പോലെ കൊടവയറനാകും. അതുകൊണ്ട് ആഹാര നിയന്ത്രണം. ഒരാടെ ആഹാരശുദ്ധിയോ സത്വശുദ്ധി, സത്വശുദ്ധിയിൽ നിന്ന് റുവാസ്മൃതി, സ്മൃതി വിപ്രമോഷ. ആഹാരത്തിൻ്റെ ശുദ്ധി. ഇന്ന് 4-5 ദിവസം ഫ്രിഡ്ജിന്, എന്നോട് ഒരാൾ പറയും 4 ദിവസമൊക്കെ ഒന്നിച്ചുള്ള ചോറങ്ങ് വെച്ചിട്ടേ ഓരോ ദിവസം ചൂടാക്കിയിട്ട്, സാധ്യമല്ല. ചൂടോടെ അതാത് ദിവസശാല ഒരുപിടി അരി വെക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഫ്രഷായിട്ട് ആഹാരശുദ്ധിയിലൂടെയാണ് സത്വഗുണം. കാരണം ആഹാരത്തിൻ്റെ ഒരംശം ബ്ലഡായിട്ട് മാറുന്നു, ഒരംശം മനസ്സായിട്ട് മാറുന്നു, ഒന്നും വിസർജ്യമായിട്ട് പോകുന്നു. അപ്പം സൽബുദ്ധികൾ സൽചിന്തകൾ വേണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലോട്ട് എന്തിടുന്നുവോ അത് പുറത്തോട്ട് കക്കും അല്ലേ. അപ്പം നല്ല നല്ല ആഹാരങ്ങൾ നമ്മൾ കഴിക്കും. അപ്പം നോൺ കഴിച്ചാൽ എന്താ? ഭാഗവതം വായിക്കുമ്പോൾ നോൺ കഴിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല, കിട്ടേണ്ടതിനെ കിട്ടില്ല എന്നേ ഉള്ളൂ അല്ലേ, മുമ്പേ പറഞ്ഞതുപോലെ. കാരണം നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഭാഗവതം വായിച്ചാലും ഇല്ലെങ്കിലും കൊണ്ട് കത്തിക്കും അല്ലേ. അപ്പോൾ ഈ ജീവിതത്തിലെ ചൈതന്യം പോയാൽ ജഡമായി. അതുപോലെ തന്നെ അല്ലേ മൃഗത്തിൻ്റെയും ചൈതന്യം പോയ ആ ജഡത്തിനെ ശവശരീരത്തിലെ അല്ലേ നമ്മളെടുത്ത് കഴിക്കുന്നത്. അപ്പം നമ്മളിലുണ്ടാകുന്ന ആധാർമികമായ ദുർഗുണങ്ങൾക്ക് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പം ശുദ്ധമായ ആഹാരം നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ നല്ല ബുദ്ധി വരുമെന്ന് ഗണപതി തൻ്റെ ഉയർന്ന ശിരസിലൂടെ നെറ്റിയിലൂടെ കാണിച്ചു തന്നു. അതുകൊണ്ട് എല്ലാവരും ആഹാരം നിയന്ത്രിക്കുക. മോദകം നല്ല വിറ്റാമിനാ. ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്ക് ശർക്കരയിലൊക്കെ ഒന്ന് തേങ്ങയിട്ട് വരട്ടി മോദകം കൊടുത്താൽ കഴിക്കും. അപ്പോൾ അങ്ങനെ പോഷകാഹാരങ്ങൾ കഴിക്കുക എന്ന് സൂചിപ്പിച്ചു. ഗണപതിയുടെ 4, ചിലതിൽ ഗണപതിയുടെ 4 കാണാം, 8 കാണാം, 12 കാണാം, ഒത്തിരി കൈകളുണ്ട്. അതൊക്കെ വിഷയങ്ങളല്ല, അന്ധക്കരണ വൃത്തികൾ. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്ന അന്ധക്കരണ വൃത്തികളെ കാണിച്ചു. ലൗകിക ചിന്തകളൊക്കെ ഒഴിവാക്കുന്നതായിട്ട്. പിന്നെ ചാട്ട വീശി വേണ്ടാത്ത വഴിയിലേക്ക് പോകുന്ന മനസ്സിനെ തോട്ടിയിട്ട് അല്ലേ, താഴെയൊക്കെയുള്ള പൂക്കൾ കൈകൊണ്ട് പറിക്കാം. നാട്ടുപുറ വേണ്ട പൂക്കളൊക്കെ പൊക്കത്ത് നിൽക്കുമ്പോൾ നമ്മൾ തോട്ടി എന്ന് പറയും അല്ലേ, വലിയ കമ്പയിലൊരു കൊച്ചു കമ്പ് കെട്ടി തോട്ടി കൊണ്ട് പറിക്കും. ഇതുപോലെ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ സൽബുദ്ധിയിലേക്ക് ഗണപതി വലിക്കുക. പിന്നെ താമര എന്താ? മനസ്സ്, ഐശ്വര്യം, ഈശ്വരീയമായതെന്തോ അതാണ് താമര. പിന്നെ അഭയമുദ്ര, അനുഗ്രഹവും വരദാനവും ചെയ്യുന്നു. അങ്ങനെ ആണ് ഗണപതിയുടെ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഗണപതിക്ക് എന്തിനാണ് ഏത്തമിടുന്നത്? ഗണപതിക്ക് ആരാ ആദ്യം ഏത്തം ഇട്ടത്? എന്താ സമയമായോ? എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആയെങ്കിൽ പറയണേ, എനിക്ക് വാച്ചൊന്ന്. അപ്പോൾ ഏത്തമിടുന്നത് ആരാ ആദ്യം ഏത്തം ഇട്ടത്? ആരാണ് ഗണപതിക്ക് ആദ്യം ഏത്തമിട്ടത്? സദസ്സ് പറയൂ എന്നിട്ടാട്ടെ, ഞാൻ ആലോചിക്കും. ആരാ?
പള്ളിപ്പാട്ടുകാരല്ലേ? അല്ല, എനിക്കറിയാം, പള്ളിപ്പാട്ടുകാരല്ലെന്ന് എനിക്കറിയാം. ആരാണ് ആദ്യം ഗണപതിക്ക് ഏത്തം ഇട്ടത്? സുല്ലിട്ടോ എല്ലാവരും? ഒരു തമാശനായിട്ട്, അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു എനർജറ്റിക് ആവാൻ. കാരണം ഏത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഒരിക്കൽ രാവണനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കർക്കിടക മാസത്തിൽ രാമായണ മാസമൊക്കെ ആയിരിക്കും. രാവണന് ആധർമ്മിയായിട്ട് വലിയ തപസ്സൊക്കെ, മഹാദേവൻ്റെ തപസ് ചെയ്ത ഒരു ശിവലിംഗമൊക്കെ വാങ്ങിച്ചു. ഇനി ആർക്കും രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ല. കുബേരനെയും വിഭീഷണനെയും എല്ലാം ലങ്കയിൽ നിന്ന് ഓടിച്ചു. ഇത് കൊണ്ടുവന്ന് ലങ്കയിൽ പൂജിച്ചാൽ ഒരാൾക്ക്, ഒരു ദേവന്മാർക്കും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല. കേമമായില്ലേ? അങ്ങനെ. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ ശിവലിംഗം കൊണ്ട് പോകുമ്പോൾ താഴെ എങ്ങും വെക്കരുത്. വെച്ചാൽ അവിടെ ഉറയ്ക്കും, പിന്നെ പൊങ്ങത്തില്ല. ശരി. അങ്ങനെ കുറേ നേരം ഈ ശിവലിംഗമായിട്ട് നമ്മുടെ രാവണൻ, ഇത് കേൾക്കുമല്ല, നിങ്ങളെൻ്റെ മനസ്സിൽ കാണണം. രാവണൻ ഇങ്ങനെ ശിവലിംഗമായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തളിക്ക മഹാദേവനെ സേവിച്ച്, മഹാദേവൻ ശിവപുരാണ സത്രമാകുന്ന ഒരു ശിവലിംഗം നമ്മുടെ മനസ്സാകുന്ന ശീലകത്ത് തന്നു എന്ന് സ്മരിച്ചു കൊണ്ടൊന്ന് കേൾക്കൂ. അപ്പം അങ്ങനെ ആ ശിവലിംഗമായി രാവണൻ അങ്ങ് പോയപ്പോൾ ഇത് ദേവന്മാരറിഞ്ഞു. കാരണം എന്താ? നമുക്ക് ആപത്താണ്. പെട്ടെന്ന് നമ്മുടെ ഉണ്ണിഗണപതിയെ വിട്ടു. ഉണ്ണിഗണപതിയാണെങ്കിലോ ഒരു ബ്രഹ്മചാരിയുടെ വേഷമൊക്കെ എടുത്തു. എന്നിട്ട് തൽക്കാലം തുമ്പിക്കൈയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാവുന്ന. അപ്പോൾ ആ തുമ്പിക്കൈയൊക്കെ മാറ്റിയിട്ട് ഒരു ബ്രാഹ്മണ വേഷം എടുത്തു. എന്നിട്ട് രാവണൻ്റെ പുറവേ ചെന്നു. ഗണപതിയുടെ കൗശലം കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ രാവണനൊരു മൂത്രശങ്ക വന്നു. അത് തീർക്കാതെ പറ്റില്ല. പിടിച്ചു വയ്ക്കരുതെന്ന്, കിഡ്നിക്കൊക്കെ വലിയ പ്രശ്നമാണെന്നൊക്കെ ആരാണ്ട് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആരും പിടിച്ചു വയ്ക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ 72% വെള്ളം. അതുകൊണ്ട് ധാരാളം കുടിക്കണം. അപ്പോൾ അങ്ങനെ കുടിക്കുന്നതനുസരിച്ച് പുറത്തോട്ട് പോവുകയും ചെയ്യണം. പിടിച്ചു വയ്ക്കുക അപകടമാണെന്നാണ് പറയുന്നത്. ശാസ്ത്രങ്ങളാണേ, ഞാനല്ല. അപ്പോൾ അങ്ങനെ ഏതായാലും മൂത്രശങ്കയ്ക്കായിട്ട് രാവണൻ പോകണം. പക്ഷേ ഗണപതിയുടെ ഈ വിഗ്രഹം ശിവലിംഗം താഴെ വെച്ചാൽ ഉറച്ചു പോകുന്ന കണ്ടീഷൻ. എന്ത് ചെയ്യും? അപ്പോഴാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നില്ലേ? ബ്രഹ്മചാരിയല്ലേ, പൂണൂലും ഒക്കെ ഇട്ട് കുടുംബയൊക്കെ ഉണ്ടെന്ന കള്ളനൊന്നും അല്ലായിരിക്കും എന്ന് വെച്ചാൽ പിടിക്കുക. അതിനെന്താ, ശിവലിംഗം ഇങ്ങ് തന്നോളൂ, ഞാൻ പിടിച്ചോളാം എന്ന് നമ്മുടെ ബ്രഹ്മചാരി ഗണപതി. രാവണന് സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, താഴെ വയ്ക്കരുത്, ഞാൻ വരുന്നിടം വരെ, ഞാൻ മൂത്രശങ്ക തീർത്ത് വരുന്നിടം വരെ ശിവലിംഗം പിടിച്ചോണ്ടിരുന്ന് താഴെ വെക്കല്ലേ, വെച്ചാൽ ഉറയ്ക്കുമെന്ന മഹാദേവൻ. അതെൻ്റെ അച്ഛനല്ലേ, ഒക്കെ ചെയ്യാം. ഏതായാലും മൂത്രശങ്ക തീർക്കാനായിട്ട് രാവണൻ പോയി. അമ്പമ്പോ തീരുന്നുണ്ടോ? ഗണപതിയുടെ കൗശലം കാരണം ഗംഗാനദി ഒഴുകുന്ന പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. മൂത്രശങ്ക തീരുന്നില്ല. പക്ഷേ ഗണപതി അതിന് മുമ്പ് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം വിളിക്കും, 3 പ്രാവശ്യം വന്നില്ല, ഞാൻ താഴെ വെച്ച് എൻ്റെ പണിക്ക് ഞാൻ പോകുമെന്നും പറഞ്ഞു. എന്തിന്? ഗണപതിയുടെ കൗശലം കൊണ്ട് മൂത്രശങ്ക തീരുന്നുമില്ല. ഗണപതി തൻ്റെ കൗശലം കൊണ്ട് 3 പ്രാവശ്യം രാവണ 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 എന്ന് വിളിച്ചോന്ന് ചോദിച്ചാൽ വിളിച്ചു, കേട്ടോന്ന് ചോദിച്ചാൽ ആ പരുവത്തിൽ വിളിച്ചു. രാവണൻ മൂത്രശങ്കയൊക്കെ കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ ബ്രഹ്മചാരി എന്ത് ചെയ്തു? കാണാത്തോണ്ട് താഴെ അവിടെ വെച്ചു, നദീതീരത്തവിടെ ശിവലിംഗം വെച്ചു. രാവണൻ വന്ന് നോക്കുമ്പോൾ, അതാ ഞാൻ അങ്ങയോട് പറഞ്ഞു, അങ്ങ് ബ്രഹ്മചാരിയാ, കള്ളത്തരം ഒന്നും കാണിക്കത്തില്ലെന്ന് വെച്ചല്ലേ തന്നത്. ശിവലിംഗം ഉറച്ചു പോയി, ഇനി എന്ത് ചെയ്യും? അങ്ങോട്ട് അല്ല, ഞാൻ 3 പ്രാവശ്യം വിളിച്ചതാ. അല്ല ബ്രഹ്മചാരി, എന്ത് ചെയ്യാനാ? തീരുന്നില്ല. അതുകൊണ്ടാണ് ഗണപതി ഉള്ളി കൊടുകൂടാന്ന് ചിരിച്ചു. പക്ഷെ രാവണനെ ദേഷ്യം വന്ന് നമ്മുടെ ബ്രഹ്മചാരിയായ ഉണ്ണിഗണപതിയുടെ ചെവിക്ക് അങ്ങോട്ട് പിടിച്ച് കിഴുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ ചെവിക്ക് അങ്ങനെ വലിയവരും പിടിക്കുക കേട്ടോ. ഞാനിപ്പോഴും എൻ്റെ മൂത്തവനെ പിടിക്കാറുണ്ട്, ആവശ്യമില്ലാതെ സംസാരിച്ചാലൊക്കെ. അങ്ങനെ ഏതായാലും രാവണൻ ഉണ്ണിഗണപതിയുടെ ചെവിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചു. ഉണ്ണിഗണപതിക്ക് അത് അത്ര ഇഷ്ടമായില്ല. എൻ്റെ ചെവിക്ക് നീ പിടിച്ചോ, ഇപ്പം എനിക്ക് ഏത്തം ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വലം കൈയാൽ വാമശ്രവണവും ഇടം കൈ വിരൽ ഞാൻ കാണിക്കാം. കൃഷ്ണ ഒരു ആരപ്പം. അപ്പോൾ വലം കൈയിനാൽ, വലം കയ്യിലെ ഈ എന്തൊക്കെയോ ഗോഷ്ഠി ഓരോരുത്തർ ഗണപതിയുടെ മുമ്പിൽ ചെന്ന് കാണിക്കുകയല്ലേ. ഈ തള്ളവിരലും ഈ ചൂണ്ടുവിരലും ഈ വലിയ വിരലും, ഈ 3 വിരൽ, വലതു കൈയിലെ 3 വിരൽ വാമശ്രവണവും അല്ലേ. വലതു കൈയിനാൽ വാമശ്രവണം, ഈ ഇടത്തെ ചെവിയിലും ഈ ഇടത് കൈയിലെ അതേ 3 വിരൽ, ചൂണ്ടുവിരലും വലിയ വിരലും തള്ളവിരലും വലത് ചെവിയിലും പിടിച്ചുകൊണ്ട് പിന്നോ
തൃക്കഴലിണ ഇങ്ങനെ വെക്കുന്നതിന് എന്താ? തൃക്കഴല് നമ്മൾ തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖമലം എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറയില്ലേ. അപ്പോൾ വലത് കയ്യിനാൽ വാമശ്രവണവും ഇടം കയ്യിനാൽ വലം കാതും തൊട്ടക്കഴലിണ പിഴച്ചുടൻ നിലം കൈമുട്ടാലെ പലകുറിലൊടുന്നേനടിയനിന്നകിലം കാരുണ്യാപ്തേ മമ വിഘ്നങ്ങളെല്ലാം കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടടാ രാവണ ഏത്തം എന്നു പറഞ്ഞൊരു 108 ഏത്തം രാവണനാണ് ആദ്യം ഗണപതിക്ക് ഇട്ടത്. പിന്നെ നമ്മളൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പം ആദ്യം രാവണനാണ് ഇട്ടതെന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ വൈകിട്ട് അത്യാവശ്യമായിട്ടൊരു അമ്മയും മുത്തശ്ശിയും അല്ല പേരക്കുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. എന്താ ചോദ്യം? അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്, കൊച്ചു കൊച്ചു ശ്ലോകങ്ങളും ഒക്കെ. അപ്പം UKG 4 വയസ്സെന്ന് കണ്ട് പറഞ്ഞു. അവൻ ഈ ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അടുത്ത ആഴ്ച ഉഷാജി ഹോംവർക്ക് വന്നിരിക്കുക, പഠിച്ചുകൊണ്ട് ചെല്ലണമെന്ന് അമ്മായി ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു കൊടുത്തിരിക്കും. അപ്പോൾ ആ കുട്ടി ചോദിക്കുക, അല്ല എന്താ അമ്മായി ഈ കവിത്ത എന്താ, ജംബൂഫലം എന്താ? അയ്യോ നാളെ ഉഷാജിയോട് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഈ കവിത്തം മാതളം പോലുള്ള ഒന്നാണ്. ജംബു എന്നതിലെക്കണം ഒരു തരം ചാമ്പയ്ക്ക, നമ്മുടെ നാട്ടിലേന് ചാമ്പയ്ക്ക എന്ന് പറയും. അപ്പം ഗജാനനം, ഗജത്തിൻ്റെ ആനനം തലയോടുകൂടിയവൻ കവിത്ത ജംബു പോലെ മാതളവും അതുപോലെ ചാമ്പ പോലുള്ള ഫലങ്ങളും ഒക്കെ പഴിക്കുന്ന ഉമയസുതൻ, ഉമാദേവിയുടെ പുത്രൻ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു എന്ന്. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കണം, ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം. അതാരുടെ വന്ദനമാണ്? അതാരുടെ വന്ദനമാണ്? അതും കൂടെ പറഞ്ഞെങ്കിലേ ഗണപതിക്ക് തൃപ്തിയാവുള്ളൂ. എനിക്കല്ല, ഗണപതിക്ക് തൃപ്തിയാവാൻ വേണ്ടി എല്ലാവരും പറഞ്ഞോളൂ. അത് ശുക്ലാംബരധരം ആരുടെ? ഉറപ്പായില്ലേ? മിടുക്കികൾ, വെരി ഗുഡ് വെരി ഗുഡ്. പലയിടത്തും അത് വിഷ്ണു, ചിലയിടത്ത് ദേവം എന്നുള്ളിടത്ത് വിഷ്ണു എന്ന് പറയുന്നത് കൊണ്ട് വിഷ്ണുവിൻ്റെ ധ്യാനം. അതായത് മള്ളിയൂരിയേട്ടൻ, നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രീമദ്ഭാഗവതം നടത്തിയ ആചാര്യനായ മള്ളിയൂരിയേട്ടൻ പറഞ്ഞാണ് അത് ഗണപതിയുടെ വന്ദനമാണ് എന്ന്. ഇനി ഗണപതിയുടെ വാഹനം എലിയാണ്. ചോദിക്കും, ഇത്രയും വലിയ ശരീരത്തിൽ ഇത്രയും ഒരു ചെറിയ വാഹനം എന്ന്. എലി കാർന്ന് തിന്നുന്നത് ഇല്ലേ? ഗജാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ പല പല മായാപ്രയോഗങ്ങളിൽ പല രൂപങ്ങൾ ധരിച്ച് ഏറ്റവും ഒടുവിൽ പർവ്വതാകാരനായ ഒരു എലിയായിട്ട് മാറി. ഒടുവിൽ ഗണപതി തൻ്റെ ശരീരം എടുത്തു വെച്ച് ഇടിച്ചു പതുക്കി അത് ചെറിയ ഒരു മൂഷികനാക്കി മാറ്റി. അപ്പം ക്ഷമിക്കണം, അവിടുത്തോട് പ്രഥമഗണനീയനായിട്ടുള്ള അങ്ങയോട് ഞാൻ തെറ്റ് ചെയ്തു, പ്രായശ്ചിത്തം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗണപതി പറയും, അങ്ങ് എൻ്റെ വാഹനമായിട്ട് വരിക, അങ്ങയ്ക്ക് മൂഷിക വാഹനൻ എന്ന് പേര് തരാം എന്ന് പറഞ്ഞു. അതുപോലെ അഗ്നിദേവൻ ഗണപതിയുടെ രൂപം ധരിച്ചുകൊണ്ടാണ് ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറിയത് എന്ന് പറയുന്നു. ഇതിനും ഒരു ശാസ്ത്രീയതയുണ്ട്. എന്താണ്? ദുർബലതകളുടെ മേൽ. കാരണം നമ്മളെ ഓരോരുത്തരും ഇതുപോലെ ഇല്ലേ, ഇതിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്ത് അല്ലെ അങ്ങനെ നെഗറ്റീവുകൾ പറയുമ്പോൾ ഏത് ദുർബലതകളെയും ഏത് പ്രശ്നങ്ങളെയും മറികടന്ന് നമുക്ക് അപ്പുറത്തെത്താൻ സാധിക്കും എന്ന് തൻ്റെ ശത്രുവായി വന്ന ഗജാസുരനെ വാഹനമാക്കി മാറ്റിയതുപോലെ നമുക്ക് അനുയോജ്യമാക്കി മാറ്റാൻ സാധിക്കും എന്ന എലി വാഹനത്തിലൂടെ കാണിച്ചു. പിന്നെ മഹാദേവന് വളരെ ഇഷ്ടപ്പെട്ടതാണ് കൂവളം. ശിവപാർവതി പരമേശ്വരന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഔഷധ സസ്യം കൂടിയാണ് കൂവളം. അതിൽ സർദീവരേശ്വരന്മാരുടെ നിത്യ സാന്നിധ്യമുണ്ട് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇതുകൂടാതെ ആ കൂവളത്തിൻ്റെ വേര് എന്ന് പറയുന്ന രുദ്രൻ മഹാദേവനാണ്. അതിൻ്റെ ശാഖോപശാഖങ്ങൾ വേദങ്ങളാണ് ഇല്ലേ? ഒന്നായി നിന്ന വേദത്തെ വേദവ്യാസൻ, ജൈമിനി, സുമന്തു, യാജ്ഞവൽക്കനും വൈശമ്പായനും ഒക്കെ കൊടുത്തു എന്ന് പറയും. അങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളെ വേദശാഖകളെ കൂവളത്തിൻ്റെ ശാഖകൾ ഓർമ്മിപ്പിക്കുന്നു. 3 ദളം, അത് തൃക്കണ്ണുകളായിട്ട് മഹാദേവൻ്റെ തൃക്കണ്ണുകളായിട്ടും കൂവളത്തിൻ്റെ ഇത് മുറിക്കുമ്പോൾ കയ്യേല മുള്ളുകൊള്ളും ഇല്ലേ? മുള്ളു പാർവതീദേവിയായും പറയപ്പെടുന്നു. പിന്നീട് ഇന്നിവിടെ നന്ദികേശനെ എഴുന്നള്ളിച്ച്, ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കാണെങ്കിൽ അത് കാണാം, ഏതായാലും ഒരു ഇവിടെ പൂജിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അത് വളരെ, കാരണം കാള വലിയൊരു മഹനീയ തത്വമാണ്. അതായത് ഭാഗവതത്തിൽ ഭൂമിയെ പശുവിൻ്റെ രൂപം ധരിച്ചു, കാള ധർമ്മമാണ് കാളയുടെ രൂപം സ്വീകരിച്ചത്. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാണ് കാള. കൃഷിക്കാരൊക്കെ കാളയെ പൂജിക്കണം. എന്തുകൊണ്ട് കൃഷിക്കാർ കാളയെ പൂജിക്കണം? പണ്ട് നമ്മൾ കലപ്പ ഇല്ലേ, നുകത്തിലൊക്കെ
കാളയെ വെച്ച് ആണ് പൂട്ടുക അല്ലേ, പാടം കൃഷിസ്ഥലങ്ങളൊക്കെ ഉഴുതിരുന്നത്. ഇന്ന് ട്രാക്ടർ പോലെയുള്ള യന്ത്രങ്ങൾ എടുക്കും. വൈക്കോൽ, ഇവിടെ വരുമ്പം വൈക്കോൽ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഒരുപാട് നാളായി വൈക്കോലൊക്കെ കണ്ടിട്ട്. അത് കണ്ടപ്പം തളിക്കൽ മുറ്റത്തിരിക്കുന്നപ്പോൾ വലിയ സന്തോഷമായി, കാരണം കാളയൊന്ന് സങ്കല്പിച്ചു അത് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ കാളയ്ക്ക് വൈക്കോൽ കൊടുക്കുന്നു. അപ്പോൾ ഈ പരസ്പരമായ ഒരു സഹകരണ മനോഭാവം നമ്മൾ മുമ്പേ പറഞ്ഞു. ഭൂമിദേവി പ്രപഞ്ച സംരക്ഷണത്തിൽ പാർവതീദേവിക്കാണ് ഭൂമിയുടെ അധിപതിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാർവതീദേവിക്ക് സഹിക്കുമോ? കൊറോണ കാലത്ത് ചാണകം തളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഒക്കെ. പണ്ടേ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ശുദ്ധമാവണമെങ്കിൽ ചാണകം കൂട്ടി തളിക്കണം. എപ്പോൾ രാവിലെയും വൈകിട്ടും തൂത്താലും ചാണകം കൂട്ടി തളിക്കണം അല്ലേ? ഏത് പൂജയ്ക്കും ചാണകം ഒന്ന് തളിച്ച് ഗണപതി ഹോമം പോലെ ചെയ്യുകയാണെങ്കിലും ചാണകം കൂട്ടി തുടച്ചിട്ട്. ഇപ്പോൾ ടൈൽസും ഒക്കെ ആയി ഡിപ്പ് ടപ്പ് ടപ്പ് ഓരോരുത്തർ വീഴും. ഞാനും വീഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അത് വേറെ വിഷയം. ഏതായാലും അങ്ങനെ ഈ കാളയുടെ ഒരു തത്വം ധർമ്മം. അതുകൊണ്ടാണ് കൃഷിക്കാർ കാളയെ പൂജിക്കണം. പ്രപഞ്ചമാതാവായ ഭൂമിദേവിക്ക് പ്രഭാതത്തിൽ നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ചവിട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ആ മാതാവിന് വന്ദിക്കുന്ന ആ ഒരു ഭാവം. അതുകൊണ്ട് എല്ലാവരും കാളയെ ഇന്ന് ദേശനെ എഴുന്നള്ളിക്കുമ്പോൾ എല്ലാവരും അത് വെറും അതല്ല, ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമായ ഭഗവാന്റെ വാഹനമായ കാളയെ സ്മരിക്കാറാവട്ടെ. അതിനുശേഷം ഗണപതിയുടെ കൊമ്പ്, ഗണപതിയെ അതായത് ഒരു ദിവസം മഹാദേവനെ കാണാനായിട്ട് ആര് വന്നു? ഭഗവാന്റെ ശിഷ്യനായ പരശുരാമസ്വാമി വന്നു. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും പറഞ്ഞു, കടത്തി വിടത്തില്ല, അവിടെ റെസ്റ്റിങ്ങിൻ്റെ സമയമാണ്, ഉച്ചയ്ക്ക് 2 മണിയായി, 2 തൊട്ട് 4 വരെ ഇവിടെ അമ്മ ഉറക്കമാണ്, അച്ഛന് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. പരശുരാമസ്വാമി അവിടുന്ന് സുബ്രഹ്മണ്യസ്വാമി പെട്ടെന്ന് അങ്ങ് സ്ഥലം വിടും. ഗണപതിയായിട്ട് ഘോരമായ യുദ്ധത്തിൽ ഗണപതിയുടെ ഒരു കൊമ്പ് പരശുരാമസ്വാമി ഒടിച്ചു. ചോര എങ്ങനെ ഒലിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ ആ കൊമ്പ് ഭൂമിയിൽ വീണാൽ ബ്രഹ്മാണ്ടം കത്തി നശിക്കും. അപ്പോൾ ഗണപതിയുടെ അടിയേറ്റ് താഴെ കിടക്കുകയാണേലും പരശുരാമസ്വാമി ഒറ്റ കൈ കൊണ്ട് ഗണപതിയുടെ കൊമ്പ് പിടിച്ചിട്ടുണ്ട്. കാരണം ഭൂമി നശിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ പാർവതീദേവി മഹാദേവനൊക്കെ ബഹളം കേട്ട ഇറങ്ങി വന്നു. കൈലാസത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കണ്ടു, എന്താ പറ്റിയ സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ വല്ലാണ്ട് അവിടെ കിട്ടിയില്ലേ ദക്ഷിണ വേണ്ടുവോളം അല്ലേ, ശിഷ്യനിൽ നിന്ന് വലിയ ദക്ഷിണയൊക്കെ കിട്ടിയില്ലേ, മകൻ മരിച്ചാൽ എന്താ, വള്ളത്തോളിൻ്റെ കവിതയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. ഏതായാലും അങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു. വളരെയധികം വിഷമം തോന്നി. ഏതായാലും ആ സമയത്ത് ഒരു ഓടക്കുഴൽ നാദം, യോഗീശ്വരന്മാർക്ക് മാത്രം കേൾക്കുന്ന, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവിടെ പറഞ്ഞിട്ടങ്ങ് നിർത്താട്ടോ, യോഗീശ്വരന്മാർക്ക് മാത്രം കേൾക്കുന്ന ഒരു ഓടക്കുഴൽ നാദം ചെറുതായിട്ട് കൈലാസത്തിലടിച്ചു. തൊട്ടു പുറവേ അവിടെ നിന്നും ഇതാ വലിയ ഓടക്കുഴൽ നാദം. അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജ്യോതിർഗോളം 10 ദിക്കിനെ പ്രകാശനമാക്കിക്കൊണ്ട് ഭൂമിയിലേക്ക് പതുക്കെ 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 ഇറങ്ങി വന്നു. ആ ജ്യോതിർലിംഗത്തിനൊരു രൂപം ഭാവിച്ചു. രാധാനാഥ സമാരംഭം കൃഷ്ണചൈതന്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആ രാധാകൃഷ്ണന്മാർ അവിടെ ചേർന്ന് നിന്ന് അവിടെ ദർശനം കൊടുത്തു. കാർത്തിക മാസം, ദാമോദര മാസം, മാധവ മാസം, രാധാകൃഷ്ണ സങ്കല്പം. ആ സമയത്താണ് രാധാദേവി, അപ്പോൾ ഈ ഉണ്ണിയുടെ കവിള്, കൊമ്പ് പോയവിടെ കവിള്, ഇടത് കവിള് വല്ലാണ്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. രാധാറാണി തൻ്റെ ഇടത് കൈ കൊണ്ട്, കാരണം രാധാറാണിയുടെ ഇടത് കൈ, എല്ലാവരുടെയും ഇടത് കൈ അമൃതാണ്. ചിലർ അനുഗ്രഹിക്കാൻ വന്നാൽ ചോദിക്കുക, ഇത് അമ്പൂറ്റി കൈയല്ലേ, ഉണ്ണുന്ന കൈയല്ലേ? ഇതുകൊണ്ടല്ലല്ല, ഇത് അഗ്നിയാണ്. അനുഗ്രഹിക്കാൻ ആദ്യം ഇടത് കൈ വെച്ചിട്ട് ഇടത് കൈയുടെ മേളിൽ വേണം വലത് കൈ വെച്ച് ഒരാളെ അനുഗ്രഹിക്കുക, അതാരെയായാലും. അപ്പോൾ അങ്ങനെ ഏതായാലും രാധാറാണി കവളൊക്കെ തലോടി എണീപ്പിച്ചു. അതിനുശേഷം പരശുരാമസ്വാമിയെ കൃഷ്ണനും രാധയും കൂടെ പിടിച്ച് എണീപ്പിച്ചു. അപ്പോൾ കൊമ്പ് കയ്യിലിരിക്കുന്നു. കൊമ്പെടുത്ത് ഉണ്ണിഗണപതിയുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണിഗണപതി വിഷമിക്കേണ്ട കേട്ടോ, ഈ കൊമ്പ് പോയതിനും ഉണ്ടൊരു ശാസ്ത്രം. എന്തേ? അതേ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ണി മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതും അല്ലേ. ഇന്നത്തെ പോലെ മഷിയൊന്നും അല്ലല്ലോ അന്ന്. നാരായം കൊണ്ട് എഴുതുമ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോവും. രാധാകൃഷ്ണന്മാരെ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് ഈ കൊമ്പ് കൊണ്ട് ഉണ്ണിക്ക് എഴുതാൻ പറ്റും കേട്ടോ എന്ന്. ശരിയാ സംഭവിച്ചത്. രാധാറാണി പറഞ്ഞതുപോലെ കുറേ കാലം കഴിയുമ്പം ഈ ഒറ്റ കൊമ്പ് കൊണ്ട് ഗണപതി എഴുത്ത് ആണിക്ക് പകരം അല്ലെ പേനയ്ക്ക് പകരം തൻ്റെ കൊമ്പ് കൊണ്ട് ഉപയോഗിച്ചാണ് എഴുതിയതെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഏതായാലും അങ്ങനെ രാധാകൃഷ്ണന്മാരെ അനുഗ്രഹിച്ചു. ഇതെന്താ, മഹാദേവൻ രാധാകൃഷ്ണ സങ്കല്പം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പാർവതീദേവി ചോദിച്ചു, എനിക്കൂടെ രാധാകൃഷ്ണന്മാരെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ പരശുരാമസ്വാമി അഗസ്ത്യമുനിയിലൂടെ രാധാകൃഷ്ണ ഉപാസനയുള്ള ആളായതുകൊണ്ട്, കാരണം ഇന്ന് വൃന്ദാവനത്തിലൊക്കെ ഈ കാർത്തിക മാസത്തിൽ
അനന്ത തിരമാലയിൽ ആടുന്ന ഇതന്തേ വപുനാഥ ഗോപാലബാലം സദാമേ വിരസ്താം കിമന്യേഹി നമസ്തേ സ്തുദാംനെ സ്ഫുരൽ ദീപ്തിദാംനെ ത്വയോദരായാത വിശ്വസ്യദാംനെ നമോ രാതിയായേ ത്വദീയ പ്രിയായേ നമോ അനന്തലീലായ ദേവായ തുഭ്യം നമോ അനന്തലീലായ ദേവായ തുഭ്യം നമോ അനന്തലീലായ ദേവായ തുഭ്യം. അങ്ങനെ പാർവതീദേവിക്ക് രാധാകൃഷ്ണന്മാരെ കാണണം എന്ന് മഹാദേവനോട് പറഞ്ഞപ്പോൾ മഹാദേവൻ തന്നെയാണ് എൻ്റെ ശിഷ്യനായ പരശുരാമൻ ഇന്നുച്ചയ്ക്ക് ഇത്ര മണിക്കകം വരൂ, ഒരു നാടകം കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാധാകൃഷ്ണന്മാരുടെ, കാരണം രാധാകൃഷ്ണന്മാരുടെ രാസലീല കണ്ട് അനുഭവിച്ച ആളാണ് തളിക്കൽ മഹാദേവൻ, പാർവതീദേവി. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊരു ശിവപുരാണ സത്രം ഇവിടെ സംഘടിപ്പിച്ച് ഇതിൻ്റെ അണിയറ ശില്പികൾ ഇതിനെ എല്ലാ തരത്തിലും വായിക്കൽ, പ്രഭാഷണങ്ങൾ, പൂജകൾ മാത്രമല്ല ഇതിനു വേണ്ടി പ്രവർത്തിച്ച പച്ചക്കറി അരിയുന്നവരും പാചകം ചെയ്യുന്നവരും വിളമ്പുന്നതും അടിച്ചുവാരുന്നതും പൂവറിക്കുന്നതും ഒരുക്കുന്നതും മാല കെട്ടുന്നതും എന്നുവേണ്ട ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത്രയും നേരം എന്നെ ഇവിടെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഭക്തജനങ്ങൾക്കും എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയ ഇതിൻ്റെ പ്രവർത്തകർക്കും ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ്. ഹസ്ബൻഡിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ ഇങ്ങനൊരു വേദിയിലേക്ക് ക്ഷണിച്ചത്. അതെൻ്റെ ജന്മാന്തരേ പുണ്യം. മാതാപിതാക്കൾ, അതുപോലെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, നാത്തുമാർ വന്നിട്ടുണ്ട്, ഇവിടെ എത്തിച്ചേർന്ന ബന്ധുജനങ്ങൾ, ഒരു പരമ്പരകൾക്ക്, പിതൃപരമ്പരകൾക്ക്, എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ആചാര്യ പരമ്പരകൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നല്ലതായിട്ട് തോന്നിയെങ്കിൽ വീട്ടിൽ ചെന്ന് പേനയെക്കുറിച്ച് എഴുതി വെച്ച് അടുത്ത തലമുറക്ക് പറഞ്ഞു. തെറ്റെന്ന് തോന്നിയാൽ എൻ്റെ അറിവുകേട് അത് തള്ളിക്കളയുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം പറഞ്ഞ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ശംഭോ മഹാദേവ നമഃ പാർവതീപദേ. ആചാര്യൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൈ പൊങ്ങട്ടെ. ഹര ഹര മാധവ നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ.